ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തോളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം എന്തിനാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നും ഈ ഒരു പ്രവർത്തനത്തിലൂടെ കേരളത്തിലുണ്ടായ പരിവർത്തനങ്ങൾ എന്താണ് എന്നും ബഹുമാന്യനായ സിദ്ദീഖ് അൻസാരി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ സംഘടനാ ചരിത്രം അഥവാ സംഘടിതമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ചരിത്രം ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ഈ ഒരു സമയത്ത് മുജാഹിദുകൾക്ക് ഈ സമൂഹത്തോട് ആവശ്യപ്പെടാനുള്ള സന്ദേശമാണ് അദ്ദേഹം തന്റെ സംസാരത്തിലൂടെ ഇവിടെ വിശദീകരിച്ചത്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട പണ്ഡിത സംഘടനയിൽ നിന്ന് എന്തിനാണ് കാലാകാലങ്ങളായി പല ആളുകളും വേറിട്ടുപോയത് എന്ന്, അങ്ങനെ വേറിട്ടുപോയ ആളുകളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. മുസ്ലിം ഐക്യത്തെക്കുറിച്ചും മുസ്ലിങ്ങൾ സംഘടിക്കേണ്ടതിനെക്കുറിച്ചും മുസ്ലിങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാകരുത് എന്നുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടും പറഞ്ഞുകൊണ്ടും സമുദായ ഐക്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടും രംഗത്ത് വരുന്ന പുതിയ ചില അവതാരങ്ങളൊക്കെയുണ്ട്. അത്തരം അവതാരങ്ങളും പരിശോധിക്കേണ്ടത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മുന്നിൽ വെളിച്ചം വിതറി നിൽക്കുന്ന ഈ ഒരു ചരിത്രമാണ്. എന്തിനാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മാർഗത്തിൽ നിന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി ആദ്യമായി രൂപീകരിക്കപ്പെട്ട പണ്ഡിത സംഘടനയിൽ നിന്ന് പലരും വേറിട്ടുപോയത് എന്ന ചിന്തയാണ്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോഴാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്തെന്നും ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമൂഹത്തെ നയിച്ചത് ഏതൊരു മാർഗത്തിലേക്കാണ് എന്നും ആളുകൾക്ക് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കുക, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങിയപ്പോ ആദ്യമായി ആളുകളുടെ ഇടയിൽ മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അക്കാലത്തെ പണ്ഡിതന്മാർ തെരഞ്ഞെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുജാഹിദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെറുമൊരു സാധാരണ മനുഷ്യനായി ചിത്രീകരിക്കുന്നു എന്നായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആരോപണം ഉണ്ടായത് എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജന്മദിനം ആഘോഷിക്കുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ മൗലിദുകളും മാലകളും ഒക്കെ ഉണ്ടാക്കി അതൊക്കെ പാടുകയും അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ അതിരുകവിയുകയും ചെയ്തിരുന്ന ഒരു സമൂഹമായിരുന്നു ഇവിടെ നിലവിലുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഒരു ദീനീ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മതപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കപ്പെടുകയോ വിലയിരുത്തപ്പെടുകയോ ചെയ്തതിന് ശേഷമായിരുന്നില്ല അത്തരം ആചാരങ്ങൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നത്. മറിച്ച് ഒന്നുകിൽ എവിടെ നിന്നെങ്കിലും പൂർവികരായ ഏതെങ്കിലും ചില സമൂഹങ്ങളിൽ നിന്ന്, ഇതുപോലെയുണ്ടായിരുന്ന ചില സമൂഹങ്ങളിൽ നിന്ന് കടം കൊള്ളുകയും അതിന്റെ അടിസ്ഥാനത്തിൽ
രൂപീകരിക്കപ്പെടുകയും ചെയ്ത ചില കർമ്മങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ മെനഞ്ഞെടുക്കപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിരുന്നു ഈ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്നത്. നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ നിങ്ങൾ എന്നെ വിളിച്ചു തേടുക എന്ന് പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്ത അള്ളാഹുവിന്റെ ദൂതനായിരുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ, സാമ്പത്തിക പ്രയാസമാകട്ടെ, ശാരീരിക പ്രയാസമാകട്ടെ, മാനസികമായ പ്രയാസങ്ങളാകട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ട് എന്നും അതുകൊണ്ട് നിങ്ങൾ എന്നോട് വിളിച്ചു തേടുക എന്നും പറയുകയും പഠിപ്പിക്കുകയും ചെയ്തവനായിരുന്നില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ പോലും തന്റെ അനുയായികളോട്, തന്റെ സ്വഹാബികളോട് ഇതാ നിങ്ങൾ എന്നെ വിളിച്ച് തേടിക്കൊള്ളുക എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ല. നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ട് എന്ന്. ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കപ്പെട്ട മാലകളിൽ പറയുന്നത് പോലെ, വല്ലാ നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തരം നൽകും ഞാൻ എന്നോവർ എന്ന് ചില ആളുകളെ പറ്റി ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ പോലെയുള്ള പണ്ഡിതന്മാരെ പറ്റി വിശ്വസിക്കുന്നുണ്ട് നമ്മളുടെ കേരളത്തിലെ മുസ്ലിങ്ങൾ, കേരളത്തിലെ സുന്നികൾ. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നോ? അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ മികച്ചയാളാണ് ഷെയ്ഖ് ജീലാനി എന്ന് പറയുന്നവരല്ല നമ്മളാരും. നമ്മളെക്കാൾ ഈമാൻ കുറഞ്ഞ ആളുകളാണ് അബൂബക്കർ സിദ്ദീഖിനെ പോലെ, ഉമർ ബിൻ ഖത്താബിനെ പോലെയുള്ള സഹാബികൾ എന്ന് വിശ്വസിക്കുന്നവരല്ല നമ്മളാരും. തീർച്ചയായും ഒരു പരിശോധന നടത്തേണ്ടതുണ്ടല്ലോ. മുഹീദ്ദീൻ ശൈഖിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനായ, മുഹീദ്ദീൻ ശൈഖിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് എന്ന് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും 1000 മുഹീദ്ദീൻ ശൈഖുമാർ ഒന്നിച്ചു ചേർന്നാലും, 1000 അമ്പറം തങ്ങന്മാർ ഒന്നിച്ചു ചേർന്നാലും, 1,00,000 മടവൂര് ശൈഖുമാർ ഒന്നിച്ചു ചേർന്നാലും അവരെക്കാളൊക്കെ ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മളെക്കാളൊക്കെ ദീനറിയാവുന്ന അള്ളാഹുവിന്റെ റസൂൽ ദീന് കേൾക്കുകയും അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നേരിട്ട് വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കേൾക്കുകയും അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കുകയും ചെയ്ത അള്ളാഹുവിന്റെ റസൂലിന്റെ ഉത്തമരായ അനുയായികൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി അങ്ങനെ ഒരു വിശ്വാസമില്ലായിരുന്നുവെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് ഇത് കടന്നു വന്നത്? പിന്നെ എവിടെ നിന്നാണ് ഈ വിശ്വാസം ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഈ സമൂഹത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ എല്ലാ അറിയുന്നവനാണ്. അള്ളാഹുവിന്റെ റസൂൽ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് ആളുകൾ തേടാൻ തുടങ്ങിയത്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലകസ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന്റെ റസൂലേ, ഞാനിതാ എണ്ണമില്ലാത്ത പാപങ്ങൾ ചെയ്തു പോയിരിക്കുന്നു, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയിരിക്കുന്നു, തെറ്റുകളുടെ വാഹനപ്പുറത്ത് ഞാൻ കയറിപ്പോയിരിക്കുന്നു, അങ്ങയോടിതാ ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തിനാണ് വിളിച്ചു തേടുന്നത് എന്ന് ചോദിച്ചാൽ ഈ സമുദായത്തിലെ സാധാരണക്കാരായ മനുഷ്യർ പറയുന്ന ഉത്തരം, അള്ളാഹുവിന്റെ റസൂൽ അത് കേൾക്കില്ലേ, അള്ളാഹുവിന്റെ റസൂൽ അത് അറിയില്ലേ, അള്ളാഹുവിന്റെ റസൂൽ നമ്മെ സഹായിക്കുകയില്ലേ, എന്റെ ആ തേട്ടം കേട്ടുകൊണ്ട്, എന്റെ ആ വിളി കേട്ടുകൊണ്ട്, എന്റെ ആ പ്രാർത്ഥന കേട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് വേണ്ടി റബ്ബിനോട് തേടുകയില്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. അവരോടാണ് ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞത്, ഇല്ല, അള്ളാഹുവിന്റെ റസൂലിന് അത് കേൾക്കാൻ കഴിയില്ല, അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ തേടാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു സംഭവമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. കല്യാണ വീട്ടിലേക്ക് ചെല്ലുമ്പോ
അവിടെയുള്ള ചെറിയ കുട്ടികൾ ബദർ യുദ്ധത്തിൽ മരണപ്പെട്ട അവരുടെ പിതാക്കന്മാരെ പറ്റി, പൂർവികരെ പറ്റി മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന്റെ വർണ്ണനകൾ നടത്തിക്കൊണ്ട് അവരവിടെ വെച്ച് പാട്ടുപാടുകയാണ്. ബദരീങ്ങളുടെ ആണ്ടിനല്ല, ഒരു കല്യാണത്തിന്റെ എന്നാണ്. ആ ചെറിയ കുട്ടികൾ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന സദസ്സിലേക്കാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെല്ലുന്നത്. അല്ലാഹുവിന്റെ റസൂല് വരുന്നത് കണ്ടപ്പോ കൂട്ടത്തിലെ ഒരു പെൺകുട്ടി പാടി, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി. ഞങ്ങളുടെ കൂട്ടത്തിലൊരു നബിയുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലൊരു നബിയുണ്ട്. എന്താ നബിയുടെ പ്രത്യേകത? യഅലമു മാ ഫീ ഗദി, യഅലമു മാ ഫീ ഗദി. നാളെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നറിയുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് ഈ പെൺകുട്ടി പാടുകയാണ്. അത് കേട്ടുകൊണ്ട് കടന്നു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് പറഞ്ഞു, ദഈ ഹാദിഹി വഖൂലി മാ കുന്തി തഖൂലീൻ. അതൊഴിവാക്കുക, അത് പറയാതിരിക്കുക. നേരത്തെ എന്താണോ പാടിയത് അത് തന്നെ പാടുക, ഇത് പറയാൻ പാടില്ല. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഇമാം ബുഖാരിയുടെ വ്യാഖ്യാന സഹീഹിന് നൽകിയ വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും പ്രബലമായ പ്രമുഖമായ വ്യാഖ്യാന ഗ്രന്ഥമെന്ന് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരി, ആ ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, എന്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ ഇത് വിലക്കിയതെന്നോ? അള്ളാഹുവിന്റെ റസൂൽ അത് വിലക്കാനുള്ള കാരണം ഇത് അള്ളാഹുവിന്റെ പ്രത്യേകതയാണ്. നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുക എന്നത്, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുക എന്നത് അള്ളാഹുവിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഉത്രുക്കി, അങ്ങനെ പാടാൻ പാടില്ല, അത് ഒഴിവാക്ക്, അത് ഉപേക്ഷിക്ക്, അങ്ങനെ ചെയ്യരുത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയാനുള്ള കാരണം അതാണ് എന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ മുജാഹിദുകൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചു, ഇതൊക്കെ മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അതിര് കവിയാൻ പാടില്ല. കാരണം അത് അള്ളാഹുവിന്റെ റസൂല് തന്നെ പറഞ്ഞതാണ്, ലാ തുതുറൂനി കമാ അതറത്തിൻ നസാറ അലാ ഈസ ഇബ്നു മറിയം. ഈസാ നബി അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ അമിതമായി പുകഴ്ത്തിയതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിനെ ആ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ക്രിസ്ത്യാനികൾ അതിര് കവിഞ്ഞതുപോലെ എന്റെ കാര്യത്തിൽ നിങ്ങൾ അതിര് കവിയാൻ പാടില്ല. അള്ളാഹുവിന്റെ ദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. അതാണ് വിശ്വസിക്കേണ്ടത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറത്ത് അള്ളാഹുവിന്റെ റസൂലിന് ഒരുപാട് വിശേഷണങ്ങൾ, അള്ളാഹു പറയാത്ത, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത വിശേഷണങ്ങൾ ചാർത്താൻ തുടങ്ങി പലരും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ അസാധാരണ മനുഷ്യനാക്കി. മുജാഹിദുകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ, ആ റസൂലിന് പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ, ആ റസൂലിന്റെ പ്രത്യേകത പറയാൻ നമ്മളെ വകയിൽ നമ്മൾ കള്ളക്കഥകൾ ഉണ്ടാക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനാണ് എന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മഹത്വമുണ്ട് എന്ന്, അള്ളാഹുവിന്റെ റസൂലിന് പ്രത്യേകതകളുണ്ട് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമ്മൾ കള്ളക്കഥകൾ ഉണ്ടാക്കണോ? വേണ്ട. ആ ഉള്ളത് അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, അത് നമ്മൾ പറഞ്ഞാ മതി. അപ്പൊ പറഞ്ഞു, ഇതാ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും ഒരു സാധാരണ മനുഷ്യനാണ് എന്നാണ് ഇവര് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ മൗലവിയെ പോലെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെ കേരളത്തിന്റെ തെരുവുകളിൽ വലിച്ചു കയറിയിരുന്നു ഈ പൗരോഹിത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല,
അള്ളാഹുവിന്റെ റസൂല് ഇരുട്ടിലൂടെ പോകുമ്പോ ആ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് വെളിച്ചം ഇങ്ങനെ പ്രവഹിക്കും എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പ്രചരിപ്പിച്ചു. മുജാഹിദുകൾ പറഞ്ഞു, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞതേ നമ്മൾ പറയേണ്ടതുള്ളൂ, നിഴലില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല, മറിച്ച് നിഴലുണ്ട് എന്നതിനുള്ള തെളിവുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. മുജാഹിദുകളെ ആക്ഷേപിച്ചു തെരുവുകളിൽ. ഒരു നൂറ്റാണ്ട് കാലത്തെ പോരാട്ടത്തിനൊടുവിൽ, ഒരു നൂറ്റാണ്ട് കാലത്തെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീരന്മാരായ പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു. കേരളത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് നിഴലില്ല എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഏത് തെളിവുകളായിരുന്നു കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാർ അവരുടെ വേദികളിൽ വായിക്കുകയും ജനങ്ങളെ കേൾപ്പിക്കുകയും ചെയ്തത്? അതേ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല എന്ന് പറയാൻ, അള്ളാഹുവിന്റെ റസൂലിന് നിഴലുണ്ടായിരുന്നു എന്ന് പറയാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ നിഴൽ കണ്ടിരുന്നു എന്ന് പറയാൻ, സ്വഹാബികൾ ആ നിഴൽ കണ്ടിരുന്നു എന്ന് പറയാൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള പണ്ഡിതന്മാർ തയ്യാറാകേണ്ടി വന്നു. ഖുബൂരി പണ്ഡിതന്മാർ തയ്യാറാവേണ്ടി വന്നു എന്നതാണ് ഇന്ന് കേരളം നമ്മോട് പറയുന്നത്. അതുകൊണ്ടാ മുജാഹിദുകൾ പറഞ്ഞത്, ഒന്നാലോചിക്കണം, എന്തിനാ ഈ ആളുകളുടെ പുറകിൽ നിൽക്കുന്നത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിനെ വെറും ഒരു സാധാരണ മനുഷ്യനായി കാണലാണ്. അതാണ് മുജാഹിദുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുജാഹിദുകളുടെ വിശ്വാസം എന്ന് പറഞ്ഞ് ഈ പ്രസ്ഥാനത്തെ ആക്ഷേപിച്ചവർ, ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെ തെരുവുകളിൽ കൈകാര്യം ചെയ്തവർ, അവർക്കെതിരെ ഖണ്ഡന മണ്ഡന പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളുമായി രംഗത്ത് വന്നവർ, ആ പണ്ഡിതന്മാരുടെ പിൻഗാമികളാണ്, പിന്തുടർച്ചക്കാരാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്നവർ ഇപ്പൊ കേരളത്തിൽ മുഴുവൻ നടന്ന് പ്രസംഗിക്കുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ട്, നിഴലില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല, നിഴലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ന്. ഇതല്ലേ ഒരു നൂറ്റാണ്ട് കാലം മുമ്പ് മുജാഹിദുകൾ പറഞ്ഞ തെളിവുകൾ? ഒരു നൂറ്റാണ്ട് കാലം മുമ്പ് കേരളത്തിൽ നടന്ന ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം ഇതായിരുന്നില്ലേ? എന്തേ ഇപ്പൊ മാറേണ്ടി വന്നു? കേരളത്തിൽ മുടി വിവാദമുണ്ടായി. അതിന്റെ വിശദമായ ഭാഗങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുടി കൊണ്ടുവന്നു കേരളത്തിൽ. കാന്തപുരത്തിന്റെ കൂടാരത്തിലുള്ള ആളുകൾക്ക് പോലും മാനസികമായി അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല, അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒളിഞ്ഞും തെളിഞ്ഞും നേരിട്ടും ഫോണിലുമൊക്കെയായി ഈ കാര്യങ്ങൾ പലരോടും അവർ പങ്കുവെക്കുകയും ചെയ്തു. ഈ ഒരു കൊല്ലക്കാലം കേരളത്തിലെ മതപ്രബോധന രംഗത്ത് എ പി വിഭാഗത്തിൽപ്പെട്ട സഖാഫിമാരുടെ റോൾ എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇക്കഴിഞ്ഞ ഒരു കൊല്ലം, ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് നാട്ടിലെ മുഴുവൻ വയലും പ്രസംഗമൊക്കെ നടക്കുമ്പോ എത്ര സഖാഫിമാരുടെ പേര് നമ്മൾ കണ്ടിട്ടുണ്ട്? ആലോചിച്ചു നോക്കൂ. അതിനു മുമ്പാണെങ്കിൽ മർക്കസിൽ നിന്ന് പുറത്തിറങ്ങുന്ന സഖാഫിമാരുടെ ഒരു 10 പോസ്റ്ററെങ്കിലും കാണാതെ, ഒരു 10 സഖാഫിമാരുടെ പ്രസംഗ പരിപാടി കാണാതെ ഒരാൾക്ക് കോട്ടക്കലിൽ നിന്ന് കോഴിക്കോട്ടെത്താൻ കഴിയുമായിരുന്നില്ല. എന്നാ കഴിഞ്ഞ കാലങ്ങളിൽ എത്ര പോസ്റ്റർ കണ്ടു നിങ്ങൾ? എത്ര സഖാഫിമാരുടെ പ്രസംഗം കേട്ടു നിങ്ങൾ? എന്തേ സഖാഫിമാരുടെ ഉൽപാദനം നിർത്തിയിട്ടൊന്നുമില്ല. ഇപ്പോഴും കൊല്ലത്തിൽ വളരെ കൃത്യമായി ആ സാധനം പുറത്തിറങ്ങുന്നുണ്ട്. ഇറങ്ങിയ സഖാഫിമാരെ നാട് കടത്തിയിട്ടൊന്നുമില്ല, എല്ലാരും നാട്ടിൽ തന്നെ ഉണ്ട്. എന്തേ ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തത്? അതാ ഞാൻ പറഞ്ഞത്, നേരിട്ടും അതേപോലെ ഫോണിലുമൊക്കെ ഇവർ പങ്കുവെച്ച കാര്യങ്ങൾ നമ്മളുടെ പോലും കയ്യിലുണ്ട് എന്ന ഭയം, ആ പേടിയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞവർക്ക് തന്നെ ഓർമ്മയില്ല. ഈ വിശ്വാസമില്ലാത്ത ആളുകളെ മുഴുവൻ, അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ആളുകൾ
ടെലിഫോൺ ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു. മുജാഹിദുകളെ കെണിയിൽ കുരുക്കാൻ വേണ്ടി, മുജാഹിദ് പണ്ഡിതന്മാരെ ആളുകളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവർ തുടങ്ങിയ ഒരു കാര്യമായിരുന്നു അത്. മുജാഹിദ് പണ്ഡിതന്മാരെ ഫോൺ ചെയ്യുക, ഫോൺ ചെയ്ത് അവരുടെ സംഭാഷണം റെക്കോർഡ് ചെയ്യുക, സ്ഥാനത്തും അസ്ഥാനത്തും അത് ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക. ഇത് ചെയ്ത ആളുകൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു പോർലുമേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഈ മുടി വിവാദം കടന്നു വരികയും ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട സുലൈമാൻ സഖാഫിയെ പോലെ, അലവി സഖാഫിയെ പോലെ, പേരോട് സഖാഫിയെ പോലെ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെ ഉള്ള വലുതും ചെറുതുമായ മുഴുവൻ പണ്ഡിതന്മാരെയും ഇവർ വിളിച്ച് ടെലിഫോണിൽ സംഭാഷണം നടത്തി ഇത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത്. പലരും തുറന്നു പറഞ്ഞു, ഇത് മുടിയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാന്ന് ഞമ്മക്ക് ഉറപ്പൊന്നുമില്ല, ഞമ്മക്കിതിനോട് ഉറപ്പില്ല. പേരോട് ജിഷാൻ എന്ന് പറയുന്ന മാഹിക്കാരനായ AP ഭാഗത്തിന്റെ ശക്തനായ വക്താവ് ഞങ്ങൾക്കൊന്നും ഒരു സ്വരവും തന്നിരുന്നില്ല ഒരു കാലത്ത്. ഏത് സമയത്തും ഫോൺ ചെയ്ത് ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വല്ലതും കിട്ടുമോ എന്ന് പരിശോധിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ, APയോടുള്ള അതിശക്തമായ മുഹബ്ബത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി തന്നെയാണ് മർക്കസിലുള്ളത് എന്ന് വിശ്വസിക്കുകയും ഖത്തറിലേക്ക് ജോലിക്ക് പോകുമ്പോ മർക്കസിൽ നിന്ന് ഒരു ചെറിയ കുപ്പി വെള്ളം വാങ്ങി, അള്ളാന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം വാങ്ങി ഖത്തറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ടോ ഇത് അവിടുന്ന് രാവിലെ എന്നും കുടിച്ചാ തീർന്നു പോവുമല്ലോ എന്ന് പേടിച്ചിട്ട് ഇവൻ ചെയ്തത് രാവിലെ ജോലിക്ക് പോകുമ്പോ ഈ ബോട്ടിലെടുത്തൊന്ന് ചുംബിക്കും. അള്ളാന്റെ റസൂലിനെ ചുംബിക്കണമാതിരിയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ചുംബിച്ചിട്ട് ജോലിക്ക് പോവുക എന്ന് പറയുമ്പോണ്ടാകുന്ന ഒരു ആത്മനിർവൃതി ഉണ്ടല്ലോ, ആ നിർവൃതി കിട്ടാൻ വേണ്ടി ഈ ബോട്ടിലെ വെള്ളം ചുംബിച്ചുകൊണ്ട് ജോലിക്ക് പോയ ചെറുപ്പക്കാരൻ, അവന്റെ മനസ്സിലാണ് ഈ ഒരു സംശയമുണ്ടായത്. ആ സംശയം അവൻ പലരുമായി പങ്കുവച്ചപ്പോ ഏതാണ്ട് എല്ലാവർക്കും സംശയം തന്നെ. ഇത് വിവാദമായി. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനാണിത്. പേരോട് അഭിമാനത്തോടുകൂടി പല വേദികളിലും പറഞ്ഞു, എന്റെ പ്രസംഗം കേട്ട്, എന്റെ CD കേട്ട് മുജാഹിദുകളെ കൊടുക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരനാണത് എന്ന് അഭിമാനത്തോടുകൂടി പേരോട് പറഞ്ഞ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ പേരോട് സിറാജുൽ ഹുദയിൽ വിളിച്ചു വരുത്തി ഈ മുടിയെ പറ്റി ചർച്ച ചെയ്യാൻ. ഉസ്താദിന്റെ അടുത്ത് പോകുമ്പോ വെറും കൈയോടെ പോകാൻ പാടില്ലല്ലോ. പോയത് ബോംബെയിൽ നിന്ന് വാങ്ങിയ 18 മുടിയിലെ ചില മുടിയായിട്ട്. ബോംബെയിലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹോൾസെയിൽ ഡീലർ. കേട്ടാൽ എന്താ വിചാരിക്കുക, അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിവെട്ടിയാൾ ഈ മുഗളന്മാരുടെ കുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഡൽഹിയിലൊക്കെ പ്രസിദ്ധമായ ചില ഹോട്ടലുകൾ ഉണ്ടല്ലോ, അവര് അവകാശപ്പെടുന്നത് ഞങ്ങൾ അക്ബർ രാജാവിന്റെ കൊട്ടാരത്തിലെ കുക്കുമാരുടെ പരമ്പരയിൽപ്പെട്ടവരാണ് എന്നാണ്. അതേപോലെ ജാലിയാവാല, ഇഖ്ബാൽ ജാലിയാവാലയും അദ്ദേഹത്തിന്റെ മുത്താപ്പമാരുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിവെട്ടിയിരുന്നത് എന്നാണ് അവിടെയുള്ള മുടിയുടെ സ്റ്റോക്ക് കണ്ടാൽ വിചാരിക്കുക. അത്രയേറെ മുടി. ഈ പയ്യനെന്തോ നീ കുറച്ച് വാങ്ങണം. 1-2 മൗലവിമാരെയും കൂട്ടി പോയി അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി വില കൊടുത്ത് വാങ്ങി. അതുമായിട്ടാണ് പേരോടിനെ കാണാൻ പോകുന്നത്. ഏതാണ്ട് 4 മണിക്കൂറോളം പേരോടുമായി സംസാരിക്കുകയാണ്. ചെല്ലുമ്പോ തന്നെ പേരോട് പറഞ്ഞതെന്താ, മോനെ ഇത് റെക്കോർഡ് ചെയ്യരുത് കേട്ടോ എന്ന് മാത്രമല്ല, ഫോണ് വാങ്ങി ഓഫാക്കി അവിടെ വെച്ചു. ഫോണിൽ റെക്കോർഡ് ചെയ്യുമെന്ന് പേടിച്ചിട്ട്. പേരോട് ഫോൺ ഓഫാക്കാൻ പറയും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവൻ മറ്റൊരു റെക്കോർഡർ ഉപയോഗിച്ചു. ആ സംഭാഷണം മുഴുവൻ ഇവൻ റെക്കോർഡ് ചെയ്തു. ഇവൻ അയച്ചതാരാന്നറിയോ? നിങ്ങൾ അടുത്ത നാട്ടുകാരനായ നൗഷാദ് ഹസനിയാണ്. എന്ന് പോയി പേരോടിന്റെ കാര്യം റെക്കോർഡ് ചെയ്യും. പേരോടിന് ഇതിലൊരു വിശ്വാസം ഇല്ലാന്ന് നമുക്ക് അപ്പൊ ബോധ്യപ്പെടും. ഇവരൊക്കെ തമ്മിലുള്ള പറയണ കേട്ട ഞങ്ങളുടെ ഉസ്താദാണ്, അവരുടെ ചെരുപ്പ് ചുമക്കാനുള്ള ഭാഗ്യമേ ഞങ്ങൾക്ക് വേണ്ടതുള്ളൂ എന്നൊക്കെ പറയണ കേട്ടാ വിചാരിക്കും ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിനേക്കാൾ വലിയൊരു പാര വേറെ ഇല്ല. എന്നിട്ട് ഈ പയ്യൻ പോയി ഇത് റെക്കോർഡ് ചെയ്തു.
റെക്കോർഡ് ചെയ്ത് തിരിച്ചു വന്നു. അതിലുള്ള വേറൊരു തമാശ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് റെക്കോർഡ് ചെയ്ത് ഇവൻ തിരിച്ചു വന്നപ്പോ ഈ റെക്കോർഡർ കൊടുത്തത് നൗഷാദ് ഹസനിയാണ്. ഈ റെക്കോർഡറിലെ ചാർജ് തീർന്നുപോയി. ഇത് ചാർജ് ചെയ്യാനുള്ള ഉപകരണം ഇവന്റെ അടുത്തില്ല. നൗഷാദ് ഹസനി വന്നു, ഈ റെക്കോർഡർ വാങ്ങിയിട്ട് പോയിട്ട് ഇവനും ചോദിച്ചു, എങ്ങനെയുണ്ടാ നൗഷാദ് ഹസനി റെക്കോർഡ് ചെയ്ത്? എടാ, അതൊന്നുപോലും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഇവനോട്. എന്നിട്ട് അതെന്ത് ചെയ്തു? ഈ ജിഷാൻ റെക്കോർഡ് ചെയ്ത ഈ പയ്യന് കൊടുക്കുന്നതിന് മുമ്പ് ഇവരിത് പരസ്യപ്പെടുത്തി. ആ സംഭാഷണത്തിൽ പേരോടിനോട് ജിഷാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല ഉസ്താദേ, മർക്കസിലുള്ള മുടി അള്ളാന്റെ റസൂലിന്റേതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ മുടിയാണ് ഇത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാന്തപുരത്തിന്റെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിയാണ് പേരോട്. പറയേണ്ട മറുപടി എന്താ? മർക്കസിലെ ഉൽപ്പന്നമാണ് പേരോട്. പറയേണ്ട മറുപടി എന്താ? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, കാന്തപുരം ഉസ്താദ് മർക്കസിൽ സൂക്ഷിച്ചിരിക്കുന്ന മുടി അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല എന്ന് പറയേണ്ടതിന് പകരം പേരോട് പറയുന്ന മറുപടി എന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണോ ഇത് എന്ന് ചോദിച്ചപ്പോ അത് മുടിയല്ല എന്നൊന്നും ഞാൻ പറയില്ല, അത് മുടിയല്ല എന്നൊന്നും ഞാൻ പറയില്ല. എന്നാ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയല്ല എന്ന് ഞാൻ പറയില്ല എന്നേ മൂപ്പര് പറയുന്നുള്ളൂ. അപ്പൊ ഇവൻ ചോദിച്ചു, അപ്പൊ നിങ്ങൾക്ക് ഉറപ്പില്ല അല്ലേ? മുടി അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി ആയാലും അല്ലെങ്കിലും എന്നാ മൂപ്പർക്ക് എന്നെ ഉറപ്പില്ല. പിന്നത്തെ മറുപടി അതാ, മുടി ആയാലും അല്ലെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് ആ മുടിയിലുള്ള അവിശ്വാസം പേരോട് രേഖപ്പെടുത്തി. പിന്നുള്ളതാരാ? സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റാണ്. അത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ്. ഇവൻ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ വിളിക്കുകയാണ്. പൊന്മളനെ വിളിച്ചിട്ട് ഇവൻ പറഞ്ഞു, ഉസ്താദേ, അയാള് കഴിഞ്ഞ ദിവസം മർക്കസിൽ വന്ന വിവരം ഉസ്താദ് അറിയോ? പൊന്മള ചോദിച്ചു, ആര് മോനെ? നമ്മളെ ജാലിയാവാല, അതായത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയുടെ ഇന്ത്യയിലെ ഹോൾസെയിൽ ഡീലർ, അയാള് വന്ന വിവരം നിങ്ങൾ അറിയോ? ഇല്ല, ഞാൻ അറിയില്ല. ആരാ കൊണ്ടുവന്നത്? ഉസ്താദ് അവിടെ ഉണ്ടോ? ഇല്ല, ഉസ്താദില്ല, ഹക്കീമാണ് കൊണ്ടുവന്നതെന്നാ തോന്നുന്നത്. കാന്തപുരത്തിന്റെ മോൻ മൂപ്പരാണ് കൊണ്ടുവന്നത് എന്നാണ് തോന്നുന്നത്. എന്ന് മാത്രല്ല, വന്നപ്പോ ഷെയ്ഖ് ജീലാനിയുടെ ഒരു മുടിയും കൊണ്ടാണ് മൂപ്പര് വന്നത്. ബാൽജാലിയാവാല മർക്കസിലേക്ക് വന്നപ്പോ വന്നിരിക്കുന്നത് സമ്മാനമായി കൊണ്ടുവന്നിരിക്കുന്നത് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മുടിയാണ്, അതും കൊണ്ടാ വന്നത്. ഉടൻ പൊന്മളയുടെ മറുപടി, കൊണ്ടുവന്ന ഒന്നിന്റെ അടുങ്ങാറെന്നെ തീർന്നു കിട്ടിയിട്ടില്ല, അതിന്റെ മുന്നേ മറ്റൊന്നും തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ട് പൊന്മള ചിരിച്ച ചരിത്ര പ്രസിദ്ധമായ ഒരു ചിരിയുണ്ട്. ആ ചിരിക്ക് പുറകെ ആ ചിരിക്ക് ശേഷം പറഞ്ഞ ഒരു പരാമർശം, അതാണ് എന്റെ വിഷയവുമായി ബന്ധപ്പെട്ടത്. ഇവിടെ ഇരിക്കുന്ന എന്റെ വാക്ക് കേൾക്കുന്ന സുന്നി സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, മമ്പറന്തങ്ങളെ സഹായിക്കണേ എന്ന് ഒന്നുകിൽ ഇവിടെ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ മമ്പറഞ്ചാറത്തിലേക്ക് പോയിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്നുകിൽ ഇവിടെ നിന്ന്, അല്ലെങ്കിൽ മദീനയിലേക്ക് പോയിക്കൊണ്ട്, അതേപോലെ മടവൂർ ശൈഖിനോട് ഒന്നുകിൽ ഇവിടെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ മടവൂരിന്റെ ജാറത്തിൽ പോയിക്കൊണ്ട്, ഉള്ളാളും മാർവാടും അജ്മീരും നാഗൂരും മുത്തുപ്പേട്ടയും ഭീമാപ്പള്ളിയും പുത്തൻപള്ളിയും തുടങ്ങി കേരളത്തിലും പുറത്തുമുള്ള നിരവധി ജാറങ്ങളിൽ മരിച്ചു കിടക്കുന്ന ശൈഖുമാരോട്, ബീവിമാരോട്, തങ്ങന്മാരോട്, അറിയപ്പെടുന്നവരോട്, അറിയപ്പെടാത്തവരോട്, പേരുള്ളവരോട്, പേരില്ലാത്തവരോട് ജീവിതത്തിലെ ഒരുപാട് സന്ദർഭങ്ങളിൽ വിളിച്ചു തേടിയിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ അല്ലേ ബദ്രീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞിട്ടില്ലേ? മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടില്ലേ? മമ്പറന്തങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ടില്ലേ? ജീവിതത്തിലെ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി അത്തരം ജാറങ്ങളിൽ നേർച്ചകളുമായി നമ്മൾ കടന്നു ചെന്നിട്ടില്ലേ? അവിടേക്ക് പണം നേർച്ചയാക്കിയിട്ടില്ലേ? അവിടേക്ക് ഭക്ഷണങ്ങൾ നേർച്ചയാക്കിയിട്ടില്ലേ? അവിടേക്ക് പലതും നേർച്ചയാക്കിയിട്ടില്ലേ? എന്താണ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന വിശ്വാസം?
എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ചെയ്തത്? പണ്ഡിതന്മാർ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ഇത് ശിർക്കാണ്, അല്ലാഹു അല്ലാത്തവരോടുള്ള തേട്ടമാണ്, അത് പാടില്ല, അല്ലാഹുവിനോട് മാത്രമേ നമ്മൾ തേടാൻ പാടുള്ളൂ. കാരണം സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ഇബ്രാഹിം നബി തേടിയത് അല്ലാഹുവിനോടാണ്, സക്കരിയ നബി തേടിയത് അല്ലാഹുവിനോടാണ്, രോഗശമനത്തിന് അയ്യൂബ് നബി തേടിയത് അല്ലാഹുവിനോടാണ്, പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യൂനുസ് നബി തേടിയത് അല്ലാഹുവിനോടാണ്, നൂഹ് നബി തേടിയത് അല്ലാഹുവിനോടാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ മുഴുവൻ സന്ദർഭങ്ങളിലും തേടിയത് അല്ലാഹുവിനോട് മാത്രമാണ്. ഒരിക്കലും ഇബ്രാഹിം നബിയെ വിളിച്ചില്ല. നമ്മൾ മമ്പറന്നങ്ങളെ വിളിക്കും പോലെ, മൊയ്തീൻ ശേഖനെ വിളിക്കും പോലെ, മറ്റേതെങ്കിലും നബിയെ വിളിക്കും പോലെ, ഏതെങ്കിലും തങ്ങളെ വിളിക്കും പോലെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയെ വിളിച്ചില്ല, വിളിക്കാൻ നിർദ്ദേശിച്ചില്ല. ഇസ്മായിൽ നബിയെ വിളിച്ച് തേടിയില്ല, ഇസ്മായിൽ നബിയെ വിളിക്കാൻ നിർദ്ദേശിച്ചില്ല. അറിയാം നമുക്ക്. എന്നാൽ നമ്മളിത് ഈ തെളിവ് മുജാഹിദുകൾ പറയുമ്പോ എന്തായിരുന്നു നമ്മളുടെ മുസ്ലിയാക്കന്മാര് നമ്മളോട് പറഞ്ഞത്? അങ്ങനെ തേടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ മുഅ്ജിസത്ത് കൊണ്ടും കറാമത്തുകൊണ്ടാ ചോദിക്കുന്നത്, അല്ലേ? പഴയ വാദപ്രതിവാദങ്ങളുടെ വ്യവസ്ഥകളെടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ, പഴയ ലേഖനങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. അവിടെയൊക്കെ കാണാൻ കഴിയും അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് കൊണ്ട്, ഔലിയാക്കൾക്ക് അല്ലാഹു നൽകിയ കറാമത്ത് കൊണ്ട് അവരോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്നായിരുന്നു കേരളത്തിലെ പൂർവികരായ സമസ്തയുടെ പണ്ഡിതന്മാരായിരുന്ന ആളുകൾ എഴുതുകയും പറയുകയും രേഖപ്പെടുത്തുകയും വാദപ്രതിവാദങ്ങളിൽ തങ്ങളുടെ വാദമായി മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നത്. എന്താ വാദം? ഞങ്ങൾ തേടുന്നത് മുഅ്ജിസത്ത് കൊണ്ടാണ്, കറാമത്ത് കൊണ്ടാണ് എന്നായിരുന്നു. മുടിവാദം വന്നപ്പോ കാന്തപുരം മുസ്ലിയാര് പത്രസമ്മേളനങ്ങളിലും അല്ലാതെയുമൊക്കെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അത് കത്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അതിന് നിഴലില്ല, അത് രണ്ടും അമാനുഷികമാണ്, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ് എന്നായിരുന്നു കാന്തപുരം പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ പൊന്മളയോട് ചോദിച്ചു, ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ മുടി കത്തില്ല എന്നത്, മുടിക്ക് നിഴലുണ്ടാവില്ല എന്നത് അത് മുഅ്ജിസത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഞാന് ജാലിയാവാലന്റെ അടുത്ത് 18 മുടി വാങ്ങി, 4 ഞാൻ കത്തിച്ചു നോക്കിയപ്പോ 4 കത്തിപ്പോയി. ഈ പയ്യൻ കാന്തപുരത്തിന് ആരാണോ മുടി കൊടുത്തത്, കാന്തപുരത്തിന് മുടി കൊടുത്ത ഖസ്റജിക്ക് ആരാണോ മുടി കൊടുത്തത്, ആ മുടി കൊടുത്ത ജാലിയാവാലയിൽ നിന്ന് ഈ പയ്യൻ വാങ്ങിയ 18 മുടികളിൽ 14 വെച്ചു ബാക്കിയുള്ളൂ, 4 കത്തിപ്പോയി. ഇത് പറഞ്ഞപ്പോ പൊന്മള പറയാണ്, പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കാന്തപുരം ഉസ്താദ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഖിയാമത്ത് നാൾ വരെ അവശേഷിക്കുന്നത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. എന്റെ വാക്ക് കേൾക്കുന്ന സുന്നി സഹോദരങ്ങൾ ആലോചിക്കണം. കേരളത്തിലെ സുന്നി പ്രസ്ഥാനത്തിൽ ഏറ്റവും തീവ്രമായി ചിന്തിക്കുന്നവരാണല്ലോ AP വിഭാഗം സുന്നികൾ. ആ AP വിഭാഗം സുന്നികളുടെ മുഫ്തിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായ മുഫ്തിയാണല്ലോ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ആ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ബാക്കിയാവുന്നത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. പിന്നെ ഞങ്ങൾ മുഅ്ജിസത്ത് എന്നാ ചോദിക്കുന്നതെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഞങ്ങൾ മുഅ്ജിസത്ത് കൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് പറയുന്നതിൽ എന്തർത്ഥം? കാരണം ബാക്കിയായ ഏക മുഅ്ജിസത്ത് ഖുർആൻ മാത്രമാണ് എന്ന് പറയുമ്പോ പിന്നെ മറ്റ് മുഅ്ജിസത്തുകൾ കൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറയുന്നതിൽ എന്തർത്ഥം? ഇവിടെയാണ് മുജാഹിദുകൾ ആവശ്യപ്പെടുന്നത്. സുന്നി പ്രസ്ഥാനങ്ങളുടെ പുറകിൽ നിൽക്കുന്നവർ
AP വിഭാഗത്തിന്റെ പുറകിൽ നിൽക്കുന്നവർ, പൊന്മളയുടെ പുറകിൽ നിൽക്കുന്നവർ ഒന്നാലോചിക്കണം. എന്തിനാണ് ഒരു നൂറ്റാണ്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് കൊണ്ട്, കറാമത്ത് കൊണ്ട് വിളിച്ചു നേടുന്നത് ശിർക്കാവുകയില്ല എന്ന് ഒരു വാദം സ്ഥാപിക്കാൻ വേണ്ടി ഇവിടെ ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നത് എന്ന് മാത്രമല്ല, പിന്നെ തേടുന്നത് ആരോടാ? ഔലിയാക്കന്മാരോടാണ്. പൊന്മള തന്നെ തന്റെ പ്രസംഗത്തിൽ പറയുന്നു, ഇപ്പൊ ചില ആളുകളുണ്ട്, ഞങ്ങൾ ഔലിയാക്കന്മാരോടുത്ത് പോവാണ്, രോഗം ഉണ്ടായാൽ ഔലിയാക്കന്മാരെടുത്താണ് പോകുന്നത്, അവര് മന്ത്രിച്ച വെള്ളാണ് ഞങ്ങൾ കുടിക്കുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു സംഭവം പറയാണ്. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹത്തിന്റെ ദർസിൽ ഓതിക്കൊണ്ടിരുന്ന ഒരു ശിഷ്യന്റെ സഹോദരൻ, അയാൾ ഗൾഫിലായിരുന്നു, വയറുവേദനയായിട്ട് നാട്ടിൽ വന്ന് പരിശോധിച്ചപ്പോ കുടലിൽ പഴുപ്പാണ്. തിരുവനന്തപുരത്ത് ശ്രീചിത്തിരായിൽ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവര് പറഞ്ഞു ഈ കുടല് മുറിച്ചു മാറ്റണം, എന്നാൽ പ്രശ്നമുണ്ടാവുകയില്ല. പക്ഷേ നാട്ടിൽ വന്നപ്പോ ഏതോ മൊയ്ലിയാര് പറഞ്ഞത്രേ, കത്തി തൊടാൻ പാടില്ല ശരീരത്തിൽ, അതിന് വെള്ളമുണ്ട്. അങ്ങനെ വെള്ളം കുടിച്ചു, ക്യാന് കണക്കിന് വെള്ളം, ലിറ്റർ കണക്കിന് വെള്ളം കുടിച്ചു നാട്ടിൽ നിന്ന്. എന്നിട്ട് വീണ്ടും വിദേശത്ത് പോയി. വേദന കൂടി പയ്യൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. വീണ്ടും പരിശോധനയ്ക്ക് വേണ്ടി RCCയിൽ ചെന്നപ്പോ അവര് പറഞ്ഞത്രേ, ഈ അറ്റം മുതൽ, തൊണ്ടയുടെ അറ്റം മുതൽ മലദ്വാരം വരെയുള്ള കുടല് മുഴുവൻ പഴുത്തുപോയിരിക്കുന്നു, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു ചികിത്സയും ഫലം ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. പൊന്മള പറയുന്നു, ആരാ നിങ്ങളോട് ഇങ്ങനെ വലിയന്റെ വെള്ളം കുടിക്കാൻ പറഞ്ഞത്? ആരായി മന്ത്രിച്ച വെള്ളം കുടിക്കാൻ പറഞ്ഞത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതേ രോഗം തന്നെ ഇതേ സമയത്ത് വന്ന ഒരു ചെറുപ്പക്കാരൻ, അയാള് ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഈ ചികിത്സ നിർവഹിച്ചു, അയാളത് ഇന്നും ആരോഗ്യത്തോടുകൂടി നിലനിൽക്കുന്നു. ആരാ നിങ്ങളോട് പോയി വെള്ളം കുടിക്കാൻ പറയുന്നത്? ആരാ നിങ്ങളോട് ഇങ്ങനെ വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് പൊന്മള. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഒരു വരി എന്താണെന്നറിയോ? വലിയ എന്ന് പറഞ്ഞിട്ട് പലരും വരും, ആരാണ് വലിയന് തരാൻ അറിയില്ല, പിന്നെ നിങ്ങളാണോ വലിയനെ തീരുമാനിക്കുന്നത്? ഇതല്ലേ നമ്മൾ ഇക്കാലം വരെ പറഞ്ഞത്. ഇന്നയാള് മറ്റേ ബീവി, അത് വലിയത്ത് എന്നൊക്കെ പാടി നടന്നില്ലേ? ബീവി സിമിനെ അറിയൂലാരാലും, ബീവി ബലദിനെ അറിയൂലാരാലും. മുൻപത്തെ ബീവിയെ പറ്റി പാടി നടന്നുണ്ട്. ബീവിയുടെ പേര് എന്താണ് എന്ന് ആർക്കും അറിയില്ല, ബീവിയുടെ നാട് ഏതാണ് എന്ന് ആർക്കും അറിയില്ല. എന്നാലും പുഴയിലൂടെ ഒഴുകി വന്ന ഒരു മയ്യത്താണ്, അതിന് ഒരുപാട് കറാമത്തുണ്ട്, അത് അള്ളാഹുവിന്റെ വലിയത്താണ് എന്നിങ്ങനെ വയല് പറഞ്ഞ് നടന്നപ്പോ നമ്മൾ പറഞ്ഞു, അങ്ങനെ ഒരു വലിയ, ഞാൻ അള്ളാന്റെ വലിയാണെന്ന് എനിക്ക് അറിയാൻ വഴിയില്ല. അള്ളാന്റെ പരീക്ഷണങ്ങൾ പലത്തിലുണ്ടാകാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയനോടുള്ള തേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന് മുമ്പ് സ്വഹാബികൾക്ക് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അല്ലേ? ചില ഉപദേശങ്ങൾ കേട്ടപ്പോ മനസ്സിലാക്കിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് അടുത്ത ആ സമയത്ത് അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചോ, അള്ളാന്റെ റസൂലെ, നിങ്ങൾ വഫാത്താകാണല്ലോ, തിരുമേനി വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരോടാ ഞങ്ങളെ കാര്യങ്ങളൊക്കെ തേടേണ്ടത്? തങ്ങളുള്ളപ്പോ തങ്ങളോടാണ്, സന്താന സൗഭാഗ്യത്തിന്, രോഗശമനത്തിന് ഒക്കെ ഞങ്ങൾ തേടിയിരുന്നത് തങ്ങളോടാണല്ലോ, ഇനി ഞങ്ങൾ ആരോട് തേടണം? ചോദിച്ചില്ല. കാരണം അത് അങ്ങനെ ഒരു ഏർപ്പാട് അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാ ഇതാ ഇനി വലിയ അബൂബക്കറാണ്, ഇനി വലിയ ഉമറാണ്, ഇനി നിങ്ങൾ അവരോട് തേടിക്കോളൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞോ? പറഞ്ഞില്ല. പഠിപ്പിച്ചോ? പഠിപ്പിച്ചില്ല. എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല? അതാണ് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടത്. ഖുൽ നബിയെ, അങ്ങ് പ്രഖ്യാപിക്കണം. ഈ സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിന്റെ ദൂതരെ അങ്ങ് പ്രഖ്യാപിക്കണം. ആരുടെ മുമ്പിൽ? അള്ളാഹുവിനെ അംഗീകരിക്കുന്ന,
ആകാശമുണ്ടാക്കിയത് ഭൂമിയാണെന്ന് അംഗീകരിക്കുന്ന, സൂര്യനെ ഉണ്ടാക്കിയത് കടലിലൂടെ സഞ്ചരിക്കുമ്പോ വലിയ തിരമാലകൾ വന്ന് കപ്പൽ അപകടത്തിൽപ്പെടും എന്ന് തോന്നുന്ന സമയത്ത്, എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ വിളിച്ച് ഇഖ്ലാസോടുകൂടി മുഖ്ലിസീന ലഹുദ്ദീൻ, പടച്ചതമ്പുരാനി കീഴൊതുങ്ങിക്കൊണ്ട് ആ അള്ളാഹുവിനോട് മാത്രം തേടുന്ന ഈ സമൂഹമുണ്ടല്ലോ, ആ സമൂഹത്തോട് അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പ്രഖ്യാപിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. ഖുൽ, നബിയെ പ്രഖ്യാപിക്കുക. എന്താ പ്രഖ്യാപിക്കേണ്ടത്? ഇന്നമാ അദ്ഉ റബ്ബി. അദ്ഉ റബ്ബി പോരാ, ഞാൻ എന്റെ റബ്ബിനോട് തേടുമെന്ന് പോരാ. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ. ആകാശമുണ്ടാക്കിയ, ഭൂമിയുണ്ടാക്കിയ, സൂര്യനെ ഉണ്ടാക്കിയ, നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയ, ചന്ദ്രനെ ഉണ്ടാക്കിയ, മഴ പെയ്യിക്കുന്ന, ചെടികൾ മുളപ്പിക്കുന്ന, പഴങ്ങൾ ഉണ്ടാക്കുന്ന റബ്ബ്, ആ റബ്ബിനോട് മാത്രമേ ഞാൻ തേടുകയുള്ളൂ എന്ന് നബിയെ പ്രഖ്യാപിക്കുക. വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ അവന്റെ കൂടെ ഒരാളെയും പങ്കുചേർക്കുകയില്ല എന്ന് നബിയെ അങ്ങ് പ്രഖ്യാപിക്കണം. അള്ളാഹുവിന്റെ റസൂൽ അത് പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിങ്ങൾ പ്രയാസം ഉണ്ടാകുമ്പോ ഇബ്രാഹിം നബിയോട് തേടിക്കോന്ന് പറയും? ഇത് പ്രഖ്യാപിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിങ്ങളെ സന്താന സൗഭാഗ്യത്തിന് നിങ്ങൾ സക്കരിയ നബിയെ വിളിച്ചോളൂ എന്ന് പറയും? ഇത് പ്രഖ്യാപിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഇബ്രാഹിം നബിയുടെ, നൂഹ് നബിയുടെ, അയ്യൂബ് നബിയുടെ, യൂനുസ് നബിയുടെ, യൂസുഫ് നബിയുടെ ഒക്കെ ഖബർ എവിടെയാണെന്ന് തപ്പി നടന്ന് അതിലൊക്കെ ജാറം കെട്ടി ഇത് സംരക്ഷിക്കുന്ന ഒരു സ്വഭാവം എങ്ങനെ അല്ലാഹു റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടാകും? ഉണ്ടായില്ല. കേരളത്തിൽ മുജാഹിദുകൾ ചോദിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത് ഇതാണ്. ഒരു നൂറ്റാണ്ട് കാലത്തെ പോരാട്ടത്തിന് ശേഷം പുഴയിലൂടെ ഒഴുകി വന്ന ഒരു ശവശരീരമെടുത്ത് മറവ് ചെയ്ത് ഇത് മനമ്പത്തെ ബീവിയാണെന്നും ഇത് വലിയത്താണെന്നും അതുകൊണ്ട് ഈ വലിയത്തിനോട് തേടിയാൽ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുമെന്നും പഠിപ്പിച്ച സമുദായം മാനസിക രോഗിയായി നടന്ന് ആളുകൾ മഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടാൽ ഉടുതുണി പൊക്കി കാണിച്ച് നടുറോട്ടിൽ വെച്ച് മൂത്രമൊഴിച്ച് കാണിച്ചു കൊടുത്തിരുന്ന വേങ്ങര കോയപ്പാപ്പയുടെ ഖബറ് കെട്ടിപ്പൊക്കി ഇത് വലിയാണെന്നും അദ്ദേഹത്തിന്റെ ഖബറ് കെട്ടിപ്പൊക്കി അവിടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ചെന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്നും പഠിപ്പിച്ചവർ. ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ തല വലാ വാല ഇല്ലല്ലാ, ലാ ചൊറി ഇല്ലല്ലാ, ലാ മുച്ചീട്ട ഇല്ലല്ലാ തുടങ്ങിയ ദിക്റുകൾ പഠിപ്പിച്ച മാനസിക രോഗിയായ ബീരാനൗലിയാപ്പ അള്ളാഹുവിന്റെ വലിയാണെന്നും ആ വലിയനോട് തേടിയാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്നും പഠിപ്പിച്ചവർ ഇന്ന് ഈ സമുദായത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റുന്നെന്ന് പറയുന്നു. ഒരു വലിയന് തന്നെ അറിയില്ല ഞാൻ വലിയാണോ എന്ന്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വലിയനെ മനസ്സിലാക്കാൻ കഴിയും? മുജാഹിദുകൾ ചോദിക്കുന്നു, എന്തിനാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം ഈ സമൂഹത്തെ, ഈ സമുദായത്തെ വിശ്വാസപരമായ ജീർണതയിലേക്ക് ഈ പണ്ഡിതന്മാരും അവരുടെ മുൻഗാമികളും നയിച്ചത്? ഇതല്ലേ മുജാഹിദുകളും പറഞ്ഞത്? ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അവരുടെ അരികിലേക്ക് പോകാൻ പാടില്ല. അവര് വലിയാണ് എന്ന് അവർക്ക് പോലും അറിയില്ല. ആ വലിയന്റെ അരികിൽ രോഗശമനത്തിന് പോകുന്നതിന് ഒരു പ്രത്യേകതയുമില്ല എന്ന് പറഞ്ഞ ആ വാചകങ്ങൾ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന്. അതാണിപ്പോ നൗഷാദ് ഹസനിയുടെ വലിയ വിഷയം. നൗഷാദ് ഹസനി നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്നതാണ്, ഇതാ ഇവരൊക്കെ പഴച്ചുപോയി. ചേലേമ്പ്രയിൽ വെച്ച് വാദപ്രതിവാദത്തിന് വന്നപ്പോ നൗഷാദിനെ ഇരുത്തി നൗഷാദിന്റെ പ്രസംഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങളല്ലേ പൊന്മളയുടെ ഈ വാദം തെറ്റാണ് എന്ന് പ്രസംഗിച്ചത്, എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോ അന്ന് നൗഷാദ് എന്താ നമ്മളോട് പറഞ്ഞു എന്നറിയോ? അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്.
അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തോണ്ടാണ്. ഉസ്താദ് ഉദ്ദേശിച്ചത് അതല്ല. ഉസ്താദിന്റെ ചെരുപ്പെടുക്കാനുള്ള അവസരം പോലും നിങ്ങൾക്കില്ല, അതിന് പോലും നിങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് ഞങ്ങളോട് അന്ന് ചേലേമ്പ്രയിൽ വെച്ച് പറഞ്ഞു. ഇപ്പൊ നാട് മുഴുവൻ നടന്നിട്ട് നൗഷാദ് പൊന്മളയെ വിമർശിക്കുന്നു. അപ്പൊ ആർക്കാ ആദ്യം മനസ്സിലായത്? ഞങ്ങളിത് ആദ്യമേ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, പൊന്മളയെ പോലെ പേരോടിനെ പോലെ പൊന്മളയെയും പേരോടിനെയും അംഗീകരിക്കുന്ന ആളുകളോട് ഞങ്ങൾ പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും പ്രധാനമായി ഈ സമൂഹത്തോട് ആവശ്യപ്പെട്ടിരുന്ന, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും നിങ്ങൾ നടത്തുന്ന മുഴുവൻ പ്രാർത്ഥനകളും സർവ്വലോക രക്ഷിതാവിനോട് മാത്രമായിരിക്കണേ എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും അതിന് തെളിവുകൾ നിരത്തുകയും ചെയ്തപ്പോ അതിനെതിരായി കൊണ്ടുവന്ന മുഴുവൻ തെളിവുകളുടെയും വേര് ഈ രണ്ടാളുകൾ പിഴുതെടുത്തതോടുകൂടി AP ഭാഗം സുന്നികൾക്ക് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ പ്രസക്തിയില്ലാതായി. ആ സത്യം അവർ അംഗീകരിച്ചു. അള്ളാന്റെ റസൂലിനോട് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വലിയനോട് പ്രാർത്ഥിക്കുക, തേടുക എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇതാ മുജാഹിദികളുടെ പ്രവർത്തനം കൊണ്ട് ഈ നാട്ടിലുണ്ടായ മെച്ചം. ചില ആളുകൾ പറയുന്ന മാതിരി എന്താണ് ഇവിടെ പോത്തിറച്ചി തിന്നാൻ പറ്റുമോ, പശുവിന്റെ ഇറച്ചി തിന്നാൻ പറ്റുമോ എന്ന് ചർച്ച ചെയ്ത് മുസ്ലിങ്ങളെ കൊന്നൊടുക്കുമ്പോ ഇവിടെ ചില ആളുകൾ ജാറത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്, സമുദായത്തിന്റെ തലയറുത്തുകൊണ്ടിരിക്കുമ്പോ എന്നൊക്കെ ചില ആളുകൾ ഇപ്പൊ പറയുന്നുണ്ടല്ലോ. ഇത് പണ്ടും പലരും പറഞ്ഞതാ. മുജാഹിദികൾ ഇത് പറയാൻ തുടങ്ങിയ കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത്? അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പലതുമില്ലേ? ശ്മശാന വിപ്ലവം എന്നൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ പ്രബോധന പ്രവർത്തനത്തെ ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ പൂർവികരായ പണ്ഡിതന്മാർ സെയ്ദ് മൗലവിയെ പോലെ, ഉമർ മൗലവിയെ പോലെ, KP മുഹമ്മദ് മൗലവിയെ പോലെ, കുഞ്ഞീദ് മദനിയെ പോലെ ഈ പേര് പറഞ്ഞവരും പറയാത്തവരുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ഞങ്ങളുടെ പൂർവികന്മാർ, ഞങ്ങളുടെ വാപ്പമാര്, ഞങ്ങളുടെ വല്യാപ്പമാര് ഞങ്ങളുടെ പറമ്പുകളിൽ നട്ടുവളർത്തിയ പ്ലാവുകളിൽ നിന്ന് ഞങ്ങൾ ചക്ക പറിച്ചു തിന്നത് പോലെ ഒരു ചക്കയും അവർക്ക് പറിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇളനീറുകൾ പറിച്ചു കുടിക്കുന്നത് പോലെ ഒരിളനീർ പോലും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് പറിച്ചു കുടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. അവർ കൃഷി ചെയ്ത കൃഷിയിടങ്ങളിൽ നിന്ന് ഒന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അത് ഞങ്ങൾ അനുഭവിക്കുന്നത് പോലെ ഞങ്ങളുടെ ഈ പണ്ഡിതന്മാർ ഇവിടെ നടത്തിയ ത്യാഗത്തിന്റെ ഫലം ഞങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പണ്ഡിതന്മാർ നടത്തിയ തേരോട്ടം കൊണ്ട് കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ നേതൃത്വം നൽകുന്ന ആളുകളുടെ നാവിൽ നിന്ന് വരെ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച ആദർശം അതാണ് ശരി എന്ന് പറയുന്നിടത്തേക്ക് ഈ ആളുകൾ എത്തിക്കഴിഞ്ഞു. ഞങ്ങളിത് നിർത്തിയിരുന്നെങ്കിലോ, ഞങ്ങളിത് പറഞ്ഞില്ലായിരുന്നെങ്കിലോ, സമുദായത്തിന്റെ ഐക്യം ആലോചിച്ച് സമുദായം ഭിന്നിച്ചു പോകുമോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇത് മിണ്ടാതിരുന്നിരുന്നെങ്കിലോ ഈ ജനം, ഈ സമൂഹം ശിർക്കിലേക്ക് നീങ്ങിപ്പോകുമായിരുന്നു. ഇതാ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രസക്തി. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോ കുറെ അനുയായികളെ കൂട്ടി എന്നാ പിന്നെ നമ്മളും ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതല്ല. കേരളത്തിൽ അങ്ങനെയാണിപ്പോ. നവോത്ഥാന നായകന്മാരെന്ന് വിലയിരുത്തപ്പെടുന്ന ആളുകളെ പോലും തങ്ങളുടെ കുൽസിതമായ താല്പര്യത്തിനു വേണ്ടി ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം പലരും മനസ്സിലാക്കിയത്, പലരും വിചാരിച്ചത് വോട്ട് ബാങ്കുകൾ ഉണ്ടാക്കി രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിച്ച് തങ്ങളുടെ പേരിലുള്ള, തങ്ങളുടെ അക്കൗണ്ടിൽ ചേർത്തിരിക്കുന്ന തങ്ങളുടെ ജീവിതത്തിലെ കറുത്ത പാടുകളും കറകളുമൊക്കെ മായ്ച്ചു കളയാം എന്ന് വ്യാമോഹിക്കുകയാണ് ചില ആത്മീയ തമ്പുരാക്കളൊക്കെ. കുറെ അനുയായികളെ ഉണ്ടാക്കുക, എന്നിട്ട് ആ അനുയായികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ശബ്ദിക്കുന്നത് എന്ന് വരുത്തി തീർക്കുക. 2% വാങ്ങി 12% മറിച്ചു കൊടുത്ത് പലിശ വാങ്ങി പാവപ്പെട്ട അനുയായികളെ പീഡിപ്പിക്കുന്ന മൈക്രോ ഫിനാൻസ് കമ്പനിക്കാര് തിരിച്ചറിഞ്ഞു സമുദായം.
ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഇത് അവനവന് നേട്ടത്തിനാണ്, അവനവന്റെ പ്രത്യേകതയ്ക്ക് വേണ്ടിയാണ്. രാഷ്ട്രീയ ബോധമുള്ള കേരളത്തിൽ ഇനിയത് നടപ്പിലാവില്ല എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവർക്കും നേരം വെളുത്തപ്പോഴാണ് ചോദിക്കുന്നത്. ഇനി ഇത് നടക്കാൻ പോകുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്തരം മത തമ്പുരാക്കന്മാരുടെ, ജാതി കോമരങ്ങളുടെ, ആത്മീയ ദൈവങ്ങളെന്ന് അവകാശപ്പെടുന്ന, ദൈവങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ പിന്നാലെ പോകില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? കേരളത്തിൽ അവശേഷിക്കുന്ന ജനാധിപത്യ മതേതരത്വ ബോധത്തിന്, സംവിധാനത്തിന് അത് തിരിച്ചടിയാകും എന്ന് രാഷ്ട്രീയ നേതാക്കൾ തിരിച്ചറിഞ്ഞു. അതിന്റെ ഫലം ഉണ്ടാകുകയാണ് കേരളത്തിൽ, അല്ലേ? മുസ്ലിം സമുദായത്തെ മുജാഹിദുകൾ ഭിന്നിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് തൗഹീദ് പറഞ്ഞിട്ട്, മുസ്ലിം സമുദായത്തിൽ മുജാഹിദുകൾ അസ്വസ്ഥത ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് സുന്നത്തും ബിദ്അത്തും തൗഹീദും ശിർക്കും പഠിപ്പിച്ചിട്ട് ഇവിടെയുള്ള ഐക്യം മുഴുവൻ മുജാഹിദുകൾ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ ആളുകൾ എത്ര സംഘടന ഉണ്ടാക്കിയത്? അവരുണ്ടാക്കിയ സംഘടനയുടെ പേരെത്രയാ? ആദ്യം ISS ഉണ്ടാക്കി നോക്കി, പിന്നെ PDP ഉണ്ടാക്കി നോക്കി, പിന്നെ NDF ഉണ്ടാക്കി നോക്കി, അതേപോലെ SDPI ഉണ്ടാക്കി നോക്കി, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ടാക്കി നോക്കി. എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കിയത്? കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ ഐക്യവുമുണ്ട്. മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ കൂടെ ഐക്യപ്പെട്ടു നിൽക്കുക, ആ മതേതരത്വ ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തുക, ഫാസിസത്തെ പ്രതിരോധിക്കുക, ജാതി കോമരങ്ങളെ പ്രതിരോധിക്കുക, മതരാഷ്ട്രവാദത്തെ പ്രതിരോധിക്കുക എന്ന കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിലുണ്ടായ രാഷ്ട്രീയ ഐക്യബോധത്തെ തകർക്കാൻ വേണ്ടി വ്യത്യസ്ത പേരുകളിലുള്ള പാർട്ടികളും പ്രസ്ഥാനങ്ങളുമായി രംഗത്ത് വന്നു ചില ആളുകൾ. അല്ലേ? എന്താ ഉണ്ടായത് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ സാക്ഷിയാണ്. ഞാനത് വിശദീകരിക്കേണ്ടതില്ല. പല വേദികളിൽ നിന്ന് നമ്മളത് കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. എന്തുകൊണ്ട് ഈ ആളുകൾക്ക് കേരളത്തിന് പുറത്ത് അത്തരമൊരു രാഷ്ട്രീയ ഭൂമിക ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല? എല്ലാ വെൽഫെയറുള്ള കേരളത്തിലാണ് വെൽഫെയർ പാർട്ടി ഉണ്ടാക്കുന്നത്, അല്ലേ? ഇവിടുത്തെ വെൽഫെയർ, വിദ്യാഭ്യാസ രംഗത്ത് വെൽഫെയർ ഉണ്ട്, രാഷ്ട്രീയ ബോധത്തിൽ വെൽഫെയർ ഉണ്ട്, സാമ്പത്തിക രംഗത്ത് വെൽഫെയർ ഉണ്ട്, ഗതാഗത രംഗത്ത് വെൽഫെയർ ഉണ്ട്. ഇതൊക്കെയുള്ള സ്ഥലത്ത് ഏറ്റവും ശക്തമായി ആ പാർട്ടി പ്രവർത്തിക്കുന്നു. ഉള്ള മുസ്ലിം വോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഭിന്നിപ്പിക്കാൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് അതിനുശേഷം നടന്ന ചില ഉപതെരഞ്ഞെടുപ്പുകൾ, ചില സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, BJP തോറ്റ് തുന്നമ്പാടിയ തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പ് BJP പരാജയപ്പെട്ടപ്പോ മാധ്യമം പത്രം ഒരു മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിൽ അവരെഴുതിയത് മതേതരത്വ ജനാധിപത്യ ശക്തികൾ ഐക്യപ്പെടേണ്ടതിന്റെ അനിവാര്യതയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ബോധ്യപ്പെടുത്തുന്നത്. അത് ഭിന്നിച്ചാൽ, അത് ഭിന്നിച്ചത് കൊണ്ടാണ് BJP അധികാരത്തിലെത്തിയത്. അത് ഐക്യപ്പെട്ടപ്പോ BJP പരാജയപ്പെട്ടു എന്ന് മാധ്യമം പത്രം മുഖപ്രസംഗം എഴുതേണ്ടി വന്നു. ആ മുഖപ്രസംഗത്തിന്റെ തൊട്ടടിയിൽ ഈ പറഞ്ഞതിനോട് 1% കൂറ് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. പറയുന്നതിനോടൊരു കൂറ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും പറഞ്ഞതിനോട് കൂറ് കാണിക്കാത്തവരാണവർ. അങ്ങനെ എന്നാലും ചിലതുണ്ടല്ലോ, ചില പ്രതീക്ഷകൾ. ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് പറയട്ടെ, അല്പമെങ്കിലും സത്യസന്ധത, അല്പമെങ്കിലും ആത്മാർത്ഥത ആ പറഞ്ഞ വാദത്തോട് ജമാഅത്തെ ഇസ്ലാമിക്കുണ്ടായിരുന്നെങ്കിൽ എഡിറ്റോറിയലിന്റെ തൊട്ട് താഴെ ഉണ്ടാകേണ്ടിയിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ അരുമസന്തതിയായ വെൽഫെയർ പാർട്ടി ഞങ്ങൾ പിരിച്ചുവിട്ടിരിക്കുന്നു. കാരണം കേരളത്തിലെ മതേതരത്വ ജനാധിപത്യ ശക്തികളുടെ ഐക്യത്തിന് തടസ്സമാണ് ആ പാർട്ടി എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് എഴുതാനുള്ള ഒരു മര്യാദ ജമാഅത്തെ ഇസ്ലാമി കാണിക്കണമായിരുന്നു. കാണിക്കാൻ കഴിഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട്? അധികാര രാഷ്ട്രീയത്തിന്റെ ആ മാസ്മരിക ലോകത്തേക്കാണ് എന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ കണ്ണ്.
ചത്താലും കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടിലേക്കാണ് എന്ന് പറഞ്ഞതുപോലെ ആ അധികാര രാഷ്ട്രീയത്തെയാണ് എന്നും ജമാഅത്തെ ഇസ്ലാമി നോക്കിക്കണ്ടത്. ഇപ്പോഴും വരും, ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുമല്ലേ, രാഷ്ട്രീയ പാർട്ടികൾ അല്ലെ എല്ലാ വാർഡുകളിലും മത്സരിക്കാൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കാൻ എവിടെയെങ്കിലും അവശേഷിക്കുന്ന ഐക്യമുണ്ടെങ്കിൽ, മുസ്ലിം സമുദായത്തിന്റെ ഐക്യമുണ്ടെങ്കിൽ, മതേതര ജനാധിപത്യ പാർട്ടികളുടെ ഐക്യമുണ്ടെങ്കിൽ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഐക്യമുണ്ടെങ്കിൽ ആ ഐക്യം തകർത്ത് ഫാസിസ്റ്റുകൾക്ക് കടന്നു വരാനുള്ള ഭൂമിക അത് ഒരുക്കി കൊടുക്കാനുള്ള ആലോചനയിലാണ് മതരാഷ്ട്രവാദത്തിന്റെ നേതാക്കന്മാരിപ്പോഴുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആലോചിക്കണം ജമാഅത്തെ ഇസ്ലാമി. നേരത്തെ സിദ്ദീഖ് അൻസാരി പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് ശിർക്കെന്ന് പറഞ്ഞവർ, വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത് ശിർക്കെന്ന് പറഞ്ഞവർ, ജനാധിപത്യത്തോട് സഹകരിക്കുന്നത് ശിർക്കെന്ന് പറഞ്ഞവർ, മതേതരത്വം എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമെന്ന് പറഞ്ഞവർ, മതേതരത്വത്തെയും ജനാധിപത്യത്തെയും അംഗീകരിച്ചുകൊണ്ടുള്ള ബൈലോ തയ്യാറാക്കി ഒരു പാർട്ടി രൂപീകരിക്കുമ്പോ ആലോചിക്കണം, എന്തിനായിരുന്നു ഞങ്ങളുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോന്നത് എന്ന്. ഇത് ആലോചിക്കണമെന്നേ മുജാഹിദുകൾ പറയുന്നുള്ളൂ. എല്ലാവരും ആലോചിക്കുക. മടവൂരി വിഭാഗം ആലോചിക്കണം, എന്തിനാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തെ പിളർത്തി പുറത്തേക്ക് പോകുന്നത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട വചനങ്ങളെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട്, അതിനെ നിഷേധിച്ചുകൊണ്ട്, തള്ളിക്കളഞ്ഞുകൊണ്ട് ലേഖനങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തത് ചോദ്യം ചെയ്തപ്പോ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്ക് തങ്ങളുടെ യുക്തിയും ബുദ്ധിയും മാത്രം ഉപയോഗിച്ചുകൊണ്ട് പൂർവികരായ പണ്ഡിതന്മാരാരും നൽകാത്ത വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകിയപ്പോ ഇസ്ലാഹി പ്രസ്ഥാനം പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്ന് മാതൃക സ്വീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് മുന്നിൽ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശം, മഹത്തായ സന്ദേശം, അത് നമ്മൾ നേർക്ക് നേരെ പറയേണ്ടതില്ല, അത് മറച്ചു വെച്ച് പറഞ്ഞാൽ മതി എന്ന പുതിയ ചിന്തയുമായി കടന്നു വന്നപ്പോ പുറത്തേക്ക് പോകേണ്ടി വന്നവരാണ് മടവൂരികൾ. ഇപ്പോ ആ മടവൂരികൾ തന്നെ അംഗീകരിക്കുന്നു, ഞങ്ങളുടെ ഇടയിൽ ചില ആളുകളുണ്ട് പ്രമാണങ്ങളെ വിലവെക്കാത്തവർ, പ്രമാണങ്ങളെ അംഗീകരിക്കാത്തവർ, പ്രമാണങ്ങളെ ഉൾക്കൊള്ളാത്തവർ, പ്രമാണങ്ങൾക്കെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്നവർ. ഏറ്റവും അടുത്തുണ്ടായ 2 സംഭവങ്ങൾ, ഈ വർഷം ഉണ്ടായ 2 സംഭവങ്ങൾ. ശബാബിലൊരു ലേഖനം, എന്താ ലേഖനം എന്നറിയോ? 3-ാം ലിംഗക്കാരായ ആളുകൾക്ക്, ഭിന്നലിംഗക്കാരായ ആളുകൾക്ക്, ആണും പെണ്ണും അല്ലാത്ത ആളുകൾക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്, അതിന് വേണ്ടത്ര ഒരു പരിഗണനയൊന്നും ഇസ്ലാം കൊടുത്തിട്ടില്ലേ എന്ന് മൂപ്പർക്കൊരു സംശയം. കാരണം പടച്ചോൻ അറിയില്ലല്ലോ ഇങ്ങനെ ഒരു കൂട്ടർ പിന്നെ വരാനുണ്ട്. പടച്ചോനെ ആണും പെണ്ണും ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്, അതിന്റെ ഇടയിലാണ് ആണും പെണ്ണും അല്ലാത്ത ഇങ്ങനെ ഒരു കൂട്ടർ കടന്നു വന്നത്. അപ്പൊ ഓല കാര്യത്തിൽ പ്രത്യേകിച്ചൊരു നിലപാടൊന്നും ഇസ്ലാമിനില്ല, അള്ളാഹും പറഞ്ഞിട്ടില്ല, റസൂലും പഠിപ്പിച്ചിട്ടില്ല എന്നാണ് ഈ പോയത്തക്കാരൻ വിചാരിച്ചത്. ആ പോയത്തക്കാരൻ അങ്ങനെ വിചാരിക്കാനുള്ള കാരണം എന്താ? ഒരിക്കലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളോ ഇസ്ലാമിക പ്രമാണങ്ങളോ അല്ല പരിഗണിച്ചത്, മറിച്ച് ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടി, ഇസ്ലാമിനെ അപമാനിക്കാൻ വേണ്ടി, എന്നാൽ ഞങ്ങൾ ഇസ്ലാമിക ബുദ്ധിജീവികളാണ് എന്ന വ്യാജേന ഇസ്ലാമിക വിരുദ്ധ ശക്തികളിൽ നിന്ന് ഓശാരം പറ്റി ജീവിക്കുന്ന ചില ആളുകൾ എഴുതിയ ലേഖനങ്ങളും പുസ്തകങ്ങളൊക്കെയാണ് ഈ ആളുകൾ വായിച്ചത്, പഠിച്ചത്, മനസ്സിലാക്കിയത്. ഇത് മനസ്സിലാക്കിയ ഈ ആളുകൾ ആ ലേഖനങ്ങളിൽ നിന്ന് കടമെടുത്ത് ഈ വിഷയത്തിൽ ശബാബിൽ ലേഖനമെഴുതി. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഉണ്ടല്ലോ ആവേശാകൽ. ആവേശം കൂടിയപ്പോ പറഞ്ഞു വന്നത് സ്വവർഗരതി അത്ര വലിയൊരു തെറ്റാന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല എന്നുള്ളയിടത്ത് എത്തിച്ചേർന്നു. മടവൂരികളായ ആളുകൾ പോലും പ്രകോപിതരായി. ഫേസ്ബുക്കിൽ മടവൂരിനും മടവൂരിസത്തിനും വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന ആളുകൾ പോലും പ്രകോപിതരായി. അവർ രംഗത്ത് വന്നു. അവരതിനെതിരെ ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്നു. വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു, തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഇസ്ലാമിക പ്രമാണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് അള്ളാഹുവിനുള്ള വിശ്വാസത്തിന് പോലും തകരാറ് പറ്റുന്ന രൂപത്തിൽ
അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും അധ്യാപനങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഈ വൃത്തികെട്ട വാദവുമായി രംഗത്ത് വരാൻ ശബാബ് കോളമൊരുക്കി. ഈ ആളുകളുടെ പ്രതിഷേധം കേവലം ഫേസ്ബുക്കിലെ പേജുകളിൽ മാത്രം അവസാനിച്ചു. അതിനപ്പുറത്തേക്ക് നീണ്ടുപോയില്ല. ശബാബ് തിരുത്താൻ തയ്യാറായില്ല. മനമെടുത്തു പലർക്കും. ന്യായീകരിക്കാൻ ആരുമുണ്ടായില്ല. ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് വീണ്ടും ശബാബിൽ ലേഖനം. സംസം വെള്ളത്തിന് ഒരു പ്രത്യേകതയുമില്ല, അത് കുടിക്കുന്നതിന് പ്രത്യേകതയില്ല, അത് നാട്ടിൽ നിന്ന് അവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകുന്നതിന് പ്രത്യേകതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സലാം സുല്ലമിയുടെ ലേഖനം. പിറ്റത്താഴ്ച മറുപടി. മുജാഹിദുകളല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരല്ല, മറിച്ച് അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട NV സക്കരിയ മൗലവി സലാം സുല്ലമിയുടെ ലേഖനത്തിന് മറുപടി എഴുതി. ഹദീസുകൾ ഉദ്ധരിച്ചു, ചരിത്രങ്ങൾ ഉദ്ധരിച്ചു, സഹാബിമാരുടെ ജീവിത രീതി ഉദ്ധരിച്ചു. സംസം വെള്ളത്തിന് പ്രത്യേകതയുണ്ട് എന്ന് പേജുകളിലൂടെ നിരത്തി. എന്നിട്ട് അതിന്റെ ഇടയിൽ ഒരു രസമുണ്ട്. സലാം സുല്ലമിയുടെ ലേഖനത്തിൽ സലാം സുല്ലമി പറയുന്നുണ്ട്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കുടുംബ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ കുടുംബ ഡോക്ടർ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസം വെള്ളം കുടിക്കാൻ നിർദ്ദേശിച്ചത് കാണാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തേത്, സംസം എല്ലാ രോഗത്തിനും പരിഹാരമാണെങ്കിൽ പിന്നെ അത് മാത്രം കുടിച്ചാൽ പോരെ, വേറെ മരുന്നുകളൊക്കെ എന്തിനാണ്? ഈ രണ്ട് പൊട്ടത്തരാണ് സലാം സുല്ലമിയിൽ ചോദിച്ചത്. ആദ്യത്തെ ചോദ്യത്തിന് സക്കരിയ മൗലവിയുടെ മറുപടി എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കുടുംബ ഡോക്ടർ ഉണ്ടായിരുന്നു എന്ന് ഹദീസിൽ എവിടെയില്ല. എന്നാൽ ഈ സലാം സുല്ലമി ഉദ്ധരിച്ച ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയുടെ പേര് ത്വയ്യിബ് എന്നാണ്. അത് ത്വബീബ് എന്നാണ് വിചാരിച്ചിട്ടാണ് സലാം സുല്ലമി ഡോക്ടർ എന്ന് പറഞ്ഞത്. ത്വയ്യിബ് എന്ന് എഴുതിയാലും ത്വബീബ് എന്ന് എഴുതിയാലും ഏതാണ്ട് ഒരുപോലെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ത്വയ്യിബ് എന്നത് ത്വബീബ് എന്ന് വായിച്ചത് കൊണ്ടായിരിക്കാം ലേഖകൻ കുടുംബ ഡോക്ടറാണെന്ന് തെറ്റിദ്ധരിച്ചത് എന്നുവരെ ലോകത്തെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനെന്ന് മടവൂരികൾ അവകാശപ്പെടുന്ന സലാം സുല്ലമിയെ പറ്റി ത്വയ്യിബും ത്വബീബും തിരിച്ചറിയാൻ കഴിയാത്തയാളാണ് എന്ന് പറയുന്ന തരത്തിൽ NV സക്കരിയ ലേഖനം എഴുതി. രണ്ടാമത്തേതിന് ഖുർആൻ കൊണ്ട് മറുപടി കൊടുത്തു. എന്താ? തേന് രോഗത്തിന് ശമനാണെന്നുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു മരുന്നും ആരും ഒരു മുസ്ലിമും കുടിക്കണ്ടെന്നാ ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, തേനിൽ ശമനമുണ്ട്, അത് അള്ളാഹ് പറഞ്ഞതാണ്, അതുകൊണ്ട് വേറെ ഒരു മരുന്നും പാടില്ല എന്നല്ല എന്ന് മറുപടി നൽകി. ഹദീസ് നിഷേധമുണ്ട് എന്ന്, ഹദീസുകളെ തള്ളിക്കളയുന്ന പ്രവണതയുണ്ട് എന്ന് മുസ്ലിം ലോകം അംഗീകരിച്ച് സ്ഥിരപ്പെടുത്തിയ കാര്യങ്ങളെ തള്ളിക്കളയുന്ന പ്രവണത ഉണ്ട് എന്ന് മുജാഹിദുകൾ പറഞ്ഞപ്പോ, അല്ല അത് ആരോപണം മാത്രമാണ്, അത് പറയേണ്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദുകളെ നിരുത്സാഹപ്പെടുത്തിയവരായിരുന്നു മടവൂരികളായ ആളുകൾ. അല്ലേ? ആക്ഷേപിച്ചു, ആരോപണമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ അവര് തന്നെ അംഗീകരിച്ചു, ആരോപണമല്ല, അങ്ങനത്തെ കുറച്ച് ആളുകൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. അല്ലെങ്കിൽ സലാം സുല്ലമിക്ക് മറുപടി എഴുതണോ? അംഗീകരിച്ചു കഴിഞ്ഞു. ചിന്തിക്കുക. 26 ആള് ചേർന്നിട്ട് 9 ആളെ പുറത്താക്കിയാലൊരു രസമുണ്ട്. ഇത് 9 ആള് ചേർന്നിട്ട് 26 ആളെ പുറത്താക്കുക എന്ന അപാരമായ സംഘടനാപരമായ ഒരു വലിയ കാര്യം ചെയ്തുകൊണ്ട് എന്തിനാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് എന്ന് ആലോചിക്കണം. ഈയിടെയുണ്ടായ ജിന്നി വിവാദം അവരും ചിന്തിക്കണം. എന്തിനാ ഞങ്ങൾ ഇറങ്ങിപ്പോന്നത്? എന്തിനാ ഈ സംഘടനയിൽ നിന്ന് വേറിട്ട് പോയത്? ഇത്ര വേഗത്തിൽ കേരളത്തിന്റെ സംഘടനാ ചരിത്രത്തിൽ ഇത്ര വേഗത്തിൽ അസ്തമിച്ചു പോയ ഒരു സംഘടന വേറെയില്ല. ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പിറന്നിട്ട് 1 കൊല്ലം കൊണ്ട് തന്നെ ആ ആകെ പൊട്ടിച്ചിതറി ആരൊക്കെ എവിടെയൊക്കെ ഉള്ളത് എന്ന് അറിയാത്ത ഒരു സംഘടന വേറെ എവിടെ ഉണ്ടായിട്ടില്ല. ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 1 കൊല്ലം കൊണ്ട്, അല്ലേ, 1 കൊല്ലം കൊണ്ട് രൂപീകരിക്കപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ട് 1 കൊല്ലത്തിനുള്ളിൽ പൊട്ടിത്തകർന്ന് തരിപ്പണമായി പോയ ഒരു വിഭാഗം എവിടെ പോയി? നമ്മളുടെ ഐക്യം പാട്ട് പാടുന്ന ആൾ
കാണാൻ കൊതിയാകുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഐക്യപ്രസംഗം കേൾക്കാൻ കൊതിയാകുന്നു. 10,000 ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ മുജാഹിദ് സമ്മേളനത്തിന്റെ വേദിയിലേക്ക് കടന്നു വന്ന് ഒരു ദുർബല ഹദീസിനെ ചൊല്ലി അത് ചർച്ച ചെയ്യാൻ നമുക്കെന്തുകൊണ്ട് ലോകത്തുള്ള പണ്ഡിതന്മാരെ സമീപിച്ചുകൂടാ? അതിന്റെ പേരിൽ നമ്മൾ എന്തിന് ഭിന്നിക്കണം എന്ന് ചോദിച്ച ആ സമുദായ സ്നേഹിയുടെ ഒരു പ്രസംഗം കേൾക്കാൻ കൊതിയുണ്ട്. സക്കരിയ സലാഹിയെ എന്തിന് നമ്മൾ പുറത്താക്കണം? നമുക്ക് അദ്ദേഹത്തെ അടുപ്പിച്ചു നിർത്തിക്കൂടെ എന്ന് ടി.കെ. അഷ്റഫിനോടും CP സലീമിനോടും കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിനോടും PN അബ്ദുൽ ലത്തീഫ് മദനിയോടും ചോദിക്കുന്ന ഒരു പ്രസംഗം കേൾക്കാനുള്ള കൊതി കേരളത്തിലെ മുജാഹിദുകൾക്കുണ്ട്. പറയാൻ ധൈര്യമുണ്ടോ? മുജാഹിദ് ഈ ജിന്നി വിഭാഗത്തിന് എന്തിനാണ് ഞങ്ങള് ഇവിടെ നിന്ന് ഭിന്നിച്ചു പോയത്? എന്തിനാണ് ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഭിന്നിച്ചു പോന്നത് എന്ന ഞങ്ങളുടെ ആദർശം ഇന്നതാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഇല്ല. പക്ഷെ ഒരു സംഗതി ഒരു ചെയ്തു കേട്ടോ. വിസ്ഡം എന്ന് പേരിട്ട് വിചാരിച്ചത് വിസ്ഡം എന്നൊക്കെ പേരിടുമ്പോ നല്ല മാർക്കറ്റ് ഉണ്ടാവുന്ന, അത് കാന്തപുരം വിചാരിച്ച അങ്ങനെയാണ്. കാന്തപുരം ബോംബെ നിന്നാണ് ആദ്യത്തെ മുടി കൊണ്ടുവരുന്നത്. ആ മുടി കൊണ്ടുവന്നപ്പോ ഇവിടെ ഒരു ചെലവുമില്ല. ആരും അതിന് വേണ്ടത്ര ഒരു പരിഗണന കൊടുക്കണില്ല. കാരണം ബോംബെയിലല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. അപ്പൊ അതുകൊണ്ടൊരു മാർക്കറ്റ് കിട്ടാതായപ്പോഴാണ് കാന്തപുരം തന്നെ ഇടപെട്ടിട്ട് എന്ത് ചെയ്യുന്നത്? ഖസ്റജിക്ക് ബോംബെയിൽ നിന്ന് മുടി വാങ്ങി കൊടുക്കുന്നത്. ഞാൻ പണ്ടൊക്കെ പറഞ്ഞത് ഒരു ഉദാഹരണമുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് എല്ലാ നാടുകളിലും ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളാണ് തുണി, അതേപോലെ ഷർട്ടിന്റെ തുണി, ഉടുക്കാനുള്ള തുണി, ഇതൊക്കെ കൊണ്ടുവരുമായിരുന്നു. ഇതൊക്കെ കൊണ്ടുവന്നാൽ ഉമ്മാമ്മമാർക്ക് പ്രായമുള്ള ആളുകൾക്കൊക്കെ കൊടുക്കും. അന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ ഈ പുള്ളിത്തുണിയാണ് ഉടുത്തിരുന്നത്. അപ്പൊ അന്ന് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഈ ഇംഗ്ലീഷ് വായിക്കാൻ നല്ല താല്പര്യമുള്ള കാലാവുമ്പോ ഇംഗ്ലീഷ് അക്ഷരങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ വായിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവും. ഈ തുണിയുടെ അടിയിലൊക്കെ എഴുതിയിട്ടുണ്ടാവും മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ. ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് ദുബായി കൊണ്ടുപോയിട്ട് ദുബായി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മളെ ഉമ്മാമാർക്ക് കൊടുക്കുകയാണ്. ഈ തുണി ഒരു മകൻ കോഴിക്കോട് അങ്ങാടിന്ന് പോയിട്ട് അതിനേക്കാൾ വില കൊടുത്ത് വാങ്ങി ഉമ്മാമാക്ക് കൊണ്ടുപോയി കൊടുത്താൽ ഉമ്മാമ എന്താ പറയാ? ഇതോ കോഴിക്കോട്ട് നിന്ന് വാങ്ങിയാണ്, മറ്റോ ദുബായിൽ നിന്ന് കൊണ്ടുവന്നാണ്. അതിനാണ് ഒരു വില. അപ്പം ദുബായിലെ തുണിക്കൊരു പ്രത്യേകത ഉണ്ട്. ഇതേപോലെ കാന്തപുരം എന്ത് ചെയ്തു? ഈ സാധനം വാങ്ങിയിട്ട് ഖസ്റജിയോട് പറഞ്ഞു, നിങ്ങൾ അവിടെ വെച്ചോ, ആവശ്യം വരുമ്പോ നമ്മൾ ഈ ഉൽഹിയത്തിന്റെ ഉരുവിനൊക്കെ പോറ്റാൻ കൊടുക്കണ മാതിരി ആവശ്യം ഉണ്ടാകുമ്പോ ഞാൻ വിളിക്കാം, അപ്പൊ നിങ്ങൾ കൊണ്ടുവന്നാ മതി. അങ്ങനെയാണ് മൂപ്പരിത് സൂക്ഷിക്കുന്നതും. കാന്തപുരത്തെ ഇതിന് മാർക്കറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയോണ്ടാണ് കാന്തപുരത്ത് വെച്ചത് എന്ന് മനസ്സിലാക്കിയപ്പോ മൂപ്പർ അതേമാതിരി വേറെ കുറെ മുടികൾ പലയിടത്തുനിന്നും സംഘടിപ്പിച്ചു. അതൊരു വലിയ കെട്ടാക്കി ഇത് വളരുകയാണ്, പിളരുകയാണ്, വർദ്ധിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. അതവിടെ നിൽക്കട്ടെ. ഇത് കാന്തപുരം അവിടുന്ന് കൊണ്ടുവരാൻ കാരണം എന്താ? അപ്പൊ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന മുടിയാണ്. ഏതായാലും ബോംബെയിലെ മുടിയല്ലല്ലോ, അറബിയാണല്ലോ കൊണ്ടുവന്നത്. മാത്രല്ല അൻസാരികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാന് എന്നാണ് ഈ ഖസ്റജി പറയുന്നതും. ലോക അൻസാറുള്ള സംഘത്തിന്റെ നേതാവാണത്രേ മൂപ്പര്. അപ്പൊ അൻസാരിയായ ഒരാളാണല്ലോ, എന്നാ പിന്നെ അത് ശരി തന്നെയാവുന്ന ജനങ്ങൾ വിചാരിക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് കാന്തപുരം അവിടുന്ന് മുടി കൊണ്ടുവന്നത്. ഇതേപോലെ ജിന്നുകൾ വിചാരിച്ചു, എന്താ ഇപ്പോ ഒരു പിന്നെ ജമിയത്തുൽ ഉലമാന്നോ ഇനി അല്ലെങ്കിൽ വേറൊരു പേരൊക്കെ ഇട്ടാൽ ഒരു മാർക്കറ്റും ഇല്ല. വിസ്ഡം എന്ന പേരൊക്കെ ഇട്ടാല് ആ രണ്ടാളുകൾ കേൾക്കും ഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആളുകളൊന്ന് പേടിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പോലെ ചീറ്റിപ്പോയി. അങ്ങനെ ഇവരൊരു പുസ്തകർക്ക് ശരിക്ക് ഇവരുടെ സംഘടനയുടെ ഒരു ആത്മകഥ എന്ന് വേണമെങ്കിൽ അതിനെപ്പറ്റി പറയാം. പുസ്തകത്തിന്റെ പേര് ഈ ജീവിതം എന്തിനു വേണ്ടി. ഫൈസൽ മൊയ്ലിയാരും ടി.കെ. അഷ്റഫും CP സലീമും ഒക്കെ ഇരുന്നിട്ട് ചോദിക്കാൻ ഈ ജീവിതം എന്തിനു വേണ്ടി. കാരണം എന്താ? ഈ ജീവിതത്തിൽ ആകെ ആഗ്രഹിച്ചത് നേതാക്കന്മാരാകാനായിരുന്നു, ആകെ പൂതി വെച്ചതും അതിനായിരുന്നു. ഇതൊന്നും നടന്നില്ല. ഈ ജീവിതം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചൊരു പുസ്തകർ. ആ പുസ്തകത്തെ പറയാൻ കേരളത്തിലെ ഒരു പുഴയെന്ന് മാറിയിട്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി ആളുകൾ, അല്ലേ? പുഴയായിരുന്നല്ലോ ജിന്നി വിവാദത്തിലെ ഒരു വലിയ ഘടകം. ജിന്നി സുഹൃത്തുമായി മീൻ പിടിക്കാൻ പോയത് സക്കരിയ സലാഹി പുഴയിലേക്കായിരുന്നു.
പുഴയിൽ വീഴുന്ന മനുഷ്യൻ ജിന്നിനോട് സഹായം തേടിയാൽ അവിടെ ഉണ്ട് എന്ന് വിചാരിച്ച് തേടിയാൽ ശിർക്കല്ല എന്നായിരുന്നു സലാഹി പ്രസംഗിച്ചത്. അതേ ഉദാഹരണം ഇവരുടെ പുസ്തകത്തിൽ സാധനം ഉണ്ടെങ്കിൽ അതെങ്കിലും ഒഴിവാക്കണ്ടേ? എന്നിട്ട് പറയാ, അങ്ങനെ ഒരു തോണി മറിഞ്ഞാൽ അതിൽ പലരും ഉണ്ടാവും, പലരെയും വിളിച്ചു തേടുന്നവരുണ്ടാവും. ശ്രീകൃഷ്ണനെ വിളിക്കുന്നവരുണ്ടാവും, ഗുരുവായൂരപ്പനെ വിളിക്കുന്നവരുണ്ടാവും, മൊയ്തീൻ ശേഖനെ വിളിക്കുന്നവരുണ്ടാവും, ജിന്നിനെ വിളിക്കുന്നവരുണ്ടാവും, മലക്കിനെ വിളിക്കുന്നവരുണ്ടാവും, കന്യാമറിയത്തിനെ വിളിക്കുന്നവരുണ്ടാവും, യേശുവിനെ വിളിക്കുന്നവരുണ്ടാവും. ഓലോടൊന്നും തേടാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹിനോടേ പാടുള്ളൂ. ഇത് എഴുതിയ ആളുകൾ ചോദിച്ചു പോയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ ജീവിതം എന്തിനു വേണ്ടി? കാരണം അതില്ലേ മുജാഹിദുകൾ പറഞ്ഞത്. അത് പറഞ്ഞപ്പോ ശ്രീകൃഷ്ണനെ വിളിക്കുന്നത്, ഗുരുവായൂരപ്പനെ വിളിക്കുന്നത്, മൊഹീദ്ദീൻ ശേഖനെ വിളിക്കുന്നത്, മമ്പറന്തങ്ങളെ വിളിക്കുന്നത്, അതേപോലെ ബദരീങ്ങളെ വിളിക്കുന്നത്, ഇതൊക്കെ ശിർക്കാണ് എന്ന് മുജാഹിദുകൾ പറഞ്ഞപ്പോ അതൊക്കെ കൈയടിച്ച് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഞങ്ങളോടൊപ്പം പറഞ്ഞ് അത് പറയാൻ വാദപ്രതിവാദ വേദികളിൽ ഞങ്ങൾ ഇരിക്കുമ്പോ ഞങ്ങളുടെ പുറകിലിരുന്ന് ഞങ്ങൾക്ക് കിതാബെടുത്ത് തന്ന ഫൈസൽ മുസ്ലിയാർ പറയുന്നു, കോഴിച്ചനയിലെത്തിയപ്പോ അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതുണ്ട്, വസീലത്ത് ശിർക്കായതുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാ ചോദിക്കുന്നത് ഈ ജീവിതം എന്തിനു വേണ്ടി? എന്നിട്ട് ആ പുസ്തകത്തിൽ പറയുന്നു, ഇവർ ആരായാലും, ബദരീങ്ങളായാലും, മൊഹീദ്ദീൻ ശൈഖായാലും, ജിന്നായാലും, മലക്കായാലും ഓലോടൊക്കെ തേടുന്ന ശിർക്കാണ്. എവിടെ പോയി വസീലത്ത് ശിർക്ക്? എവിടെ പോയി വസീലത്ത് ശിർക്ക്? കേരളത്തിൽ മുജാഹിദുകൾ എവിടെയെങ്കിലും ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോ അതിന് ബദലായി സംഘടിപ്പിച്ച് വിജയിപ്പിക്കാമെന്ന് വ്യാമോഹിക്കുന്ന ഒരു വ്യാമോഹമുണ്ടല്ലോ. അതൊക്കെ സക്കരിയ സലാഹി സംഗതി സാധുവാണെങ്കിലും കുറച്ച് ബുദ്ധിയുള്ളതുകൊണ്ട് മൂപ്പർക്ക് മനസ്സിലായി, കളിച്ചാലല്ലേ തോക്കുള്ളൂ, കളിക്കാക്കണാണ് നല്ലത്. മൂപ്പര് സ്ഥലം വിട്ടു. കാരണം തോറ്റു ഇനിയും കേൾക്കാൻ. എന്തായിരുന്നു സലാഹിയുടെ പ്രസംഗം? ആദർശ മുന്നേറ്റം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ചില പരിപാടികൾ നടത്തിയപ്പോ അദ്ദേഹം പ്രസംഗിച്ചു, ഇതാ ഞങ്ങളുടെ ജില്ലാ മുന്നേറ്റങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ മണ്ഡലത്തിലേക്ക് ഇറങ്ങുമ്പോ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഈ മൂവർ സംഘം നമ്മളുണ്ടല്ലോ, ചക്ക തിന്നുമ്പോ, പഴുത്ത ചക്ക തിന്നുമ്പോ ഒന്ന് ഞെക്കിയിട്ട് കുരുക്കളും എന്ന് പറഞ്ഞ് പുറത്തേക്ക് തെറിപ്പിക്കുന്നത്, അതേപോലെ ഈ മൂവർ സംഘം ഇവിടെ നിന്ന് തെറിച്ചു പോകും, സംഘടനയിൽ നിന്ന് തെറിച്ചു പോകും എന്ന് സക്കരിയ പറഞ്ഞപ്പോ ഇത്ര ദൂരെ സക്കരിയ തെറിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ വിചാരിച്ചത് കേരളത്തിൽ നിന്ന് തന്നെ തെറിച്ചു നിൽക്കുന്നതാണ്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് തെറിച്ചിട്ട് മക്കത്താ പോയി വീണത്. എന്നിട്ട് നമ്മള് സാധാരണ പറയല്ലോ, സൈക്കിളുമെന്ന് വീണവന്റെ ചിരി എന്ന് പറയാറുണ്ട് മലയാളത്തിൽ. കാരണം എന്ത് പറ്റിയാലും കാലായിട്ട് ഒടിഞ്ഞാലും സൈക്കിൾ എടുത്ത് നേരെ വെച്ച് ചിരിച്ച് കുറച്ച് അപ്പുറത്ത് പോയിട്ടേ മുറിഞ്ഞ് നോക്കുള്ളൂ. ഇതേപോലെ ഞാൻ വിചാരിച്ചെടുത്തിലെത്തി, എന്റെ ഉദ്ദേശം ഇൽമു പഠിക്കലായിരുന്നു, അതിപ്പോ പൂർത്തീകരിച്ചു. ഇത് തുടങ്ങിയപ്പോ തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തുതരാന്ന് ഞങ്ങൾ പറഞ്ഞതായിരുന്നല്ലോ. മക്കത്ത് പഠിക്കാൻ പോകണമെങ്കിൽ പുഴയിൽ വീണ മനുഷ്യൻ ജിന്നിനോട് തേടുന്നത് ശിർക്കല്ല എന്ന് പറയണോ? അത് പറഞ്ഞ ആളുകളെ മാത്രമേ മക്കത്ത് പഠിപ്പിക്കുള്ളൂ? അത് പറയുന്ന ആളുകൾക്ക് പഠിക്കാനുള്ള സ്ഥലമാണോ മക്ക? എന്തിന് കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ ഈ വികലമായ ഒരു ചിന്തയുമായി കടന്നു വന്ന് ഭിന്നിപ്പുണ്ടാക്കി? ഇപ്പൊ എന്താ? അതിന് സക്കരിയ പറഞ്ഞതിനോട് ഞങ്ങൾക്കൊരു യോജിപ്പില്ല. അത് സക്കരിയാന്റെ വാദമായിരുന്നു. അങ്ങനെ പാവ ആ സാധുവിന്റെ തലയിലിട്ടിട്ട് തെറ്റാണെന്ന് എല്ലാവർക്കും കഴിയില്ല. പറഞ്ഞ സക്കരിയാക്ക് ആയത്തോതി കൊടുത്ത ഫൈസലാണ് അല്ലേ? സക്കരിയ ഇത് പറഞ്ഞപ്പോ ആ പറഞ്ഞതിന് സക്കരിയ ആയത്തോതിയിട്ടില്ല, സക്കരിയ തെളിവ് പറഞ്ഞിട്ടില്ല. സക്കരിയ പറഞ്ഞത് പണ്ടുള്ള ഇമാമിങ്ങളൊക്കെ ചെയ്തു എന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് അല്ലേ? സക്കരിയ ആയത്തോതിയില്ല. ആയത്തോതിയ ഫൈസൽ എവിടെയുണ്ട്? സിദ്ധാന്തം പറഞ്ഞ് ന്യായീകരിച്ച അബൂബക്കർ സലഫി എവിടെയുണ്ട്? ന്യായം പറഞ്ഞ ആളുകളൊക്കെ അവിടെ തന്നെയാണുള്ളത്. എന്നിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഇപ്പോഴോ എവിടെയില്ല. ഈ വിഷയമുണ്ടോ ചർച്ചക്ക്? കേരളത്തിലെ ഒരു മുസ്ലിം സംഘടന
ഒരു മുസ്ലിം സംഘടനയിൽ നിന്ന് ആദർശപരമായ കുഴപ്പത്തിന്റെ പേരിൽ വേറിട്ട് പോയ ആളുകൾ ഞങ്ങളെ ആദർശം ഞങ്ങളിനി എവിടെയും പറയില്ല എന്ന് പറയുന്ന ഗതികേട് ജിന്നുവാദികൾക്കല്ലാതുണ്ടോ? എന്നിട്ട് ഓല താങ്ങാൻ നടക്കുക സമുദായത്തിന്റെ സംരക്ഷകർ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ സമുദായത്തിന്റെ സംരക്ഷണത്തിന്റെ മൊത്ത കുത്തക ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾ കൂട്ടുകൂടിയിരിക്കുന്നത് ആരാ സംരക്ഷണം കൊടുക്കുന്നത്? പുഴയിൽ വീണ ജിന്നിനോട് സഹായം തേടിയ ശിർക്കല്ല എന്ന് പറയുന്ന ആളുകൾ. സംഗതി ശരിയാണ്. കാരണം ഇപ്പോ RSSകാരും അതേപോലെ BJPക്കാരൊക്കെ ഇന്ത്യയിലൊക്കെ അധികാരേറ്റു. ഇനിയിപ്പോ നമ്മളെ കൊണ്ട് മാത്രം, നമ്മളുണ്ടാക്കുന്ന ബോംബും നമ്മളുണ്ടാക്കുന്ന വടിവാളും കൊണ്ട് മാത്രം ഓലെ തടയാൻ കഴിയൂല എന്ന് തോന്നിയപ്പോഴാവും എന്നാ പിന്നെ ജിന്നിനെ വിളിക്കുന്ന കുറച്ച് ആളുകളെ നമ്മൾ കൂട്ടിയാല് ഓലൊരു ജിന്നിനെയൊക്കെ വിളിച്ചിട്ട് ഒരു പ്രതിരോധ സേനയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതുകൊണ്ടെങ്കിലും സമുദായം രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാവാം ഈ ജിന്നുവാദികളോടൊപ്പം ഈ തീവ്രവാദികൾ കൂട്ടുചേരുന്നത്. അല്ലേ? പലയിടങ്ങളിലും അങ്ങനെയാണ്. ഒലക്കയും പാമ്പും ഏച്ചുകൂട്ടുക എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരിക്കലും കെട്ടുമെന്ന് നമ്മൾ വിചാരിക്കാത്ത ചില ആലയങ്ങളിലാണ് ഈ ആളുകളൊക്കെ പരസ്പരം പോയി കൂട്ടിക്കെട്ടി മധുവിധു ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഒറ്റ ലക്ഷ്യം? മുജാഹിദ് പ്രസ്ഥാനത്തെ ഒന്ന് താഴേക്ക് കൊണ്ടുവരണം, മുജാഹിദ് പ്രസ്ഥാനത്തെ ഒന്ന് അടിച്ചമർത്തണം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യണം. പക്ഷേ ഈ ആളുകളൊക്കെ മറന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉണ്മ എന്ന് പറയുന്നത്, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് ഇതേപോലെ ഏതെങ്കിലും വേദികളിൽ നടക്കുന്ന പ്രസംഗങ്ങളിലൂടെ സ്ഥാപിക്കപ്പെട്ടതല്ല. മറിച്ച് കേരളത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണത്. അതാരെങ്കിലും വിചാരിച്ചാൽ മറക്കാൻ കഴിയില്ല, ആരെങ്കിലും വിചാരിച്ചാൽ മായ്ക്കാൻ കഴിയില്ല. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കാഫിർ എന്ന് ഏതെങ്കിലും ഒരു വിധി PSCയുടെ ചോദ്യപേപ്പർ ഉണ്ടാക്കുമ്പോ ആക്ഷേപിച്ചാൽ മറക്കാൻ കഴിയുന്നതല്ല, മായ്ക്കാൻ കഴിയുന്നതല്ല വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചരിത്രം. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് മറക്കാനും മായ്ക്കാനും ഒറ്റപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട് പലരും. പക്ഷേ ഇന്നും കേരളത്തിലെ പ്രൈമറി തലം മുതൽ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ വരെ പഠിപ്പിക്കപ്പെടുന്ന വ്യക്തിത്വമായി വക്കം മൗലവി നിലനിൽക്കുന്നുവെങ്കിൽ അത് ഈ ആദർശത്തിന് വേണ്ടി നിലനിന്നതിന്റെ പ്രത്യേകതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രത്യേകത അതാണ്. ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടല്ല, ഒരു വ്യക്തിയുടെ അഡ്രസ്സിലല്ല, ഒരു വ്യക്തിയുടെ ലേബലിലല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ചില വ്യക്തികൾ പാതിരാത്രികളിൽ മെഴുകുതിരി വെട്ടത്തിൽ ഇരുന്നുണ്ടാക്കിയ ബൈലോയുടെ ഭരണഘടനയുടെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല മുജാഹിദുകൾ പ്രവർത്തിക്കുന്നത്, വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്നതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഈ വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് കേരളത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാ ജിന്നുവാദികൾ പറയുന്നത് ഞങ്ങളിത് പറയാനില്ല. രണ്ട് വിഷയങ്ങളായിരുന്നല്ലോ ഏറ്റവും പ്രധാനമായി ജിന്ന് വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഒന്ന് ജിന്നിനോടുള്ള സഹായാർത്ഥന. നേരത്തെ അൻസാരി സൂചിപ്പിച്ചതുപോലെ രാത്രിയുടെ മറവിൽ, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നടക്കുന്ന മനുഷ്യൻ ഒരു ശബ്ദം കേട്ട് അത് ജിന്നാണെന്ന് വിചാരിച്ച് ആ ജിന്നിനോട് സഹായം തേടിയാൽ അത് പ്രാർത്ഥനയാവില്ല, അത് ശിർക്കാവില്ല എന്ന ജബ്ബാർ മൗലവിയുടെ ലേഖനം നമ്മൾ ചോദിച്ചു. ഇങ്ങനെ കൂട്ടരെ നിങ്ങള് ഇതിപ്പോ ജിന്നാണെന്ന് വിചാരിക്കുക, ഓരോന്നിനും ഓരോരോ ശബ്ദമുണ്ട്. ഒരു ശബ്ദം കേട്ടിട്ട് നമ്മൾ പറയും അതാ കോഴി കരയുന്നു എന്ന് പറയും. ചില ശബ്ദം കേൾക്കുമ്പോ നമ്മൾ പറയും ആ മുറ്റത്ത് കുറുക്കൻ കരയുന്നുണ്ടല്ലോ. വേറെ ശബ്ദം കേൾക്കുമ്പോ നമ്മൾ പറയും ആ പൂച്ചക്കുട്ടി കരയുന്നുണ്ടല്ലോ എന്ന് പറയും. എങ്ങനെയാ നമ്മൾ ഇതൊക്കെ പറയുന്നത്? അതിന്റെ ശബ്ദമൊക്കെ കേട്ട് നമുക്ക് പരിചയമുണ്ട്. ഒരു ശബ്ദം കേൾക്കുമ്പോ ജിന്നാന്ന് എങ്ങനെ വിചാരിക്കല്? നമ്മളൊക്കെ ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു 70, 75, 80 വയസ്സ് പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ജീവിതത്തിൽ ഒരുപാട് ശബ്ദങ്ങൾ കേട്ടല്ലോ. ഏതെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇത് ജിന്നിന്റെ ശബ്ദമാണ്?
ഇല്ല. എന്തേ വിചാരിക്കാത്തത്? വിചാരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് വേണം. അങ്ങനെ ഒരു സംഗതി വിചാരിക്കണമെങ്കിൽ അതിനെപ്പറ്റി ഒരു ധാരണ നമുക്ക് വേണ്ടേ? എന്നിട്ട് ഇത് ആ സഹായതട്ടം ശിർക്കാവുകയില്ല എന്നെഴുതി തെളിവ് ചോദിച്ചു. തെളിവ് ചോദിച്ചപ്പോ പറഞ്ഞത് ചെറിയ മുണ്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട്, മൂപ്പര് വലിയ പണ്ഡിതനാണ്, അതുകൊണ്ട് ഞാനും പറയുന്നു. അതല്ലേ തഖ്ലീദ്? ചെറിയ മുണ്ട് ഇതിനേക്കാൾ വലിയ പണ്ഡിതനല്ലേ ഇമാം ഷാഫി? എന്നാ പിന്നെ സുന്നികളൊപ്പം കൂടിയപ്പോ ചെറിയ മുണ്ടത്തേക്കാൾ വലിയ പണ്ഡിതനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. എന്നാ പിന്നെ ഹംബലി മദ്ഹബ് തഖ്ലീദ് ചെയ്താ പോരെ? ഒരു തെളിവും പറയാനില്ലാതെ ചെറിയ മുണ്ടം പറഞ്ഞു എന്നത് മാത്രമായിരുന്നു ജബ്ബാർ മൗലവിക്ക് പറയാനുണ്ടായിരുന്ന തെളിവ്. ആദ്യകാലത്ത് ഒരായത്ത് മൂപ്പരും ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിച്ചു. ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിച്ചപ്പോ ഞാനത് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞപ്പോ രണ്ടാമതായി അത് ദുർവ്യാഖ്യാനമാണ്, അത് ശരിയാവില്ല, എങ്ങനെ അങ്ങനെ പറയും എന്ന് ചോദിച്ച് എഴുന്നേറ്റുന്നത് ഫൈസൽ മുസ്ലിയാരായിരുന്നു. പിന്നത്തെ ദുർവ്യാഖ്യാനം നടത്തിയ മൂപ്പരുമാണ്. ജബ്ബാർ മൗലവി നടത്തിയ ദുർവ്യാഖ്യാനം നമ്മളൊക്കെ നമ്മളുടെ വേദികളിൽ എപ്പോഴും ഖുബൂരികൾക്കെതിരെ ഉന്നയിക്കാറുള്ള ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിലെ ഒരു വചനം, വയജൂസു അൻ യർജിഅ ഹാദാ മിനൽ മഅഖൂലീൻ കൽ മലായികത്തി വൽ ജിന്നി വൽ അംബിയാഇ വശയാത്തീൻ. ഈ പ്രാർത്ഥന ശിർക്കാകുന്ന വിഷയം പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുമായിരുന്നു, ഇത് കല്ലിനും മരത്തിനും മാത്രം ബാധകമാകുന്നതല്ല, പിന്നെയോ ആക്കിലുകളായ ജിന്നായാലും മലക്കായാലും നബിയായാലും പിശാചായാലും അതിനോടൊക്കെ തേടുന്നത് ശിർക്കാണ് എന്ന് ഈ തഫ്സീർ ധരിച്ച് നമ്മൾ പറയുമായിരുന്നു. ഇതെടുത്ത് കാണിച്ചു കൊടുത്തു ജമിയത്തുൽ ഉലമയുടെ യോഗത്തിൽ ജബ്ബാർ മൗലവിക്ക്. വായിച്ചു നോക്കിയിട്ട് ജബ്ബാർ മൗലവി പറഞ്ഞെന്താണെന്നറിയോ? അത് ഓലോട് തേടുന്നത് ശിർക്കാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, പിന്നെയോ ഓല് പരലോകത്ത് ശിർക്കിനെ നിഷേധിക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം, അല്ലാതെ ജിന്നിനോട് തേടിയ ശിർക്കാണെന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഇക്കാലം വരെ നമ്മൾ പറഞ്ഞതും അങ്ങനെയല്ല. ഉടൻ തന്നെ ഫൈസൽ മുസ്ലിയാർ എഴുന്നേറ്റെന്ന് ചോദിച്ചു, അല്ല മൗലവി, പരലോകത്ത് അങ്ങനെ നിഷേധിക്കുന്നതാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്, അങ്ങനെ നിഷേധിക്കണമെങ്കിൽ ഇവിടെ തേടണ്ടേ? ഇവിടെ തേടുന്നത് ശിർക്കായത് കൊണ്ടാണല്ലോ അവരവിടെ അത് നിഷേധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മറുപടി ഉണ്ടായില്ല. ജബ്ബാർ മൗലവിയുടെ സന്തത സഹചാരിയായ കൊണ്ടോട്ടിക്കാരനായ ഖാദിർ ബായി എതിർത്തു. ജബ്ബാർ മൗലവി പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഫൈസൽ മുസ്ലിയാരും ഖാദിർ ബായിയും ജബ്ബാർ മൗലവിയുടെ കൂടെ. നമ്മളാണത്രേ ദുർവ്യാഖ്യാനത്തിന്റെ ആളുകൾ. ജബ്ബാർ മൗലവി ആ പറഞ്ഞത് ശരിയാണെന്നോ അല്ലെന്നോ പറയാൻ ഫൈസൽ മുസ്ലിയാർക്ക് ധൈര്യമുണ്ടോ? അത് കഴിഞ്ഞ് ഫൈസൽ മുസ്ലിയാർ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു. ഈ ആയത്ത് വേറെ എവിടെയെങ്കിലും ഒന്ന് പാരായണം ചെയ്ത് ഇതാണ് ശരി എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് മറുപടി പറയാൻ ആളുകളുണ്ടോ? ഇല്ല. ഒന്ന് ന്യായം പറയാൻ, ഈ ആയത്ത് ഒന്ന് തെളിവായി സമുദായത്തിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല ഈ ആളുകൾക്ക്. എന്തേ കാര്യം? ആദർശത്തിന്റെ മുകളിലല്ല ഈ ആളുകൾ ഇത് കെട്ടിപ്പടുത്തത്, വ്യക്തിവിരോധത്തിന്റെ. സംഘടനയിലുള്ള നേതാക്കന്മാരോട് പണ്ഡിതന്മാരോടുള്ള വ്യക്തിവിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കെട്ടിയുയർത്തപ്പെട്ട ഒരു സംഘം. ചിലരൊക്കെ പറയുന്നത് ഇതൊക്കെ താക്കോലിനോടുള്ള ആഗ്രഹമായിരുന്നു എന്നാണ്. ഒരു വലിയ നേതാവ് പറഞ്ഞത് താക്കോലിനോടുള്ള ആഗ്രഹമാണ്. ശരിയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലാണ് ആ ആഗ്രഹം ഉണ്ടായിരുന്നത്. കാരണം എ പിക്ക് ആ താക്കോലിനോട് ആഗ്രഹം ഉണ്ടാകേണ്ട ആവശ്യമില്ല, കാരണം എ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ടി പിക്കും ആ താക്കോലിനോട് ആഗ്രഹം ഉണ്ടാകേണ്ടില്ല, സി ഡി ടവറിന്റെ താക്കോല് ടി പിന്റെ അടുത്ത് തന്നെ ഉള്ളത്. പിന്നെ താക്കോൽ ഇല്ലാത്ത ആളാരായിരുന്നു? ആ താക്കോലില്ലാത്ത ആളുകളുടെ ആഗ്രഹമായിരുന്നു ഈ സംഘടന പിളർന്ന് എന്നാലെങ്കിലും ഞങ്ങൾക്ക് സി ഡി ടവറിന്റെ താക്കോൽ നേടിയെടുക്കാൻ കഴിയും എന്ന ആഗ്രഹം. പക്ഷേ മുജാഹിദുകളുടെ ആദർശബോധത്തെ ജിന്നിന്റെ കള്ളത്താക്കോലിട്ട് തുറക്കാൻ കഴിയില്ല എന്ന് ഈ ആളുകളെ മുജാഹിദുകൾ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ആദർശം ഈ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്കെത്തി. ഇനി മുജാഹിദുകൾ പറയുന്നു, ഈ ജീവിതം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചതുപോലെ ഒന്ന് ചോദിക്കുക, ഇനി ഈ കൂട്ടായ്മ എന്തിനു വേണ്ടി?
എന്തിനു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ്? രണ്ടാമതുണ്ടായിരുന്ന വിഷയം മന്ത്രവാദവുമായി ബന്ധപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളിൽ ആ ആയത്തുകൾ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദിക്റുകൾ, അത് ചൊല്ലുന്നതിനോ അത് ചൊല്ലണമെന്ന് പഠിപ്പിച്ച സന്ദർഭങ്ങളിൽ അത് ചൊല്ലുന്നതിന്, ആ ആയത്തുകൾ അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ച രൂപത്തിൽ ഓതുന്നതിന് മുജാഹിദുകൾ ഒരിക്കലും എതിരായിരുന്നില്ല. അതിനപ്പുറത്ത് പോയി ഖുർആൻ ശിഫയായതുകൊണ്ട് തന്നെ അത് നമുക്ക് ഉപയോഗിക്കാം. സക്കരിയ സലാഹി ഈ വിഷയത്തിൽ ജംഇയ്യത്തുൽ ഉലമക്ക് സമർപ്പിച്ച പ്രബന്ധത്തിൽ ഉദ്ധരിച്ച ഒരു തെളിവുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എഴുതിയ ഒരു തെളിവ്. പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിൽ പലപ്പോഴും അവർ പല വീക്ഷണങ്ങളും പറഞ്ഞിട്ടുണ്ടാകാം. മുജാഹിദുകളുടെ രീതി എന്താ? പ്രമാണത്തോട് യോജിക്കുന്നത് സ്വീകരിക്കുക. ഇബ്നു തൈമിയ്യ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുജാഹിദുകൾ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? പ്രമാണങ്ങൾ തനിക്ക് കിട്ടിയ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇമാം ഷാഫി പറഞ്ഞത് എല്ലാ മുജാഹിദുകൾ അംഗീകരിക്കുന്നുണ്ടോ? ഇമാം അബൂ ഹനീഫ പറഞ്ഞത് എല്ലാ മുജാഹിദുകൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. പ്രമാണങ്ങളോട് യോജിച്ച് പറഞ്ഞത് അംഗീകരിക്കുക എന്നതാണ്. എന്താ പറഞ്ഞത്? ഇബ്നുൽ ഖയ്യിം എഴുതി, ഒരാളൊരു രോഗം വന്നിട്ട് ആ രോഗത്തിന് ആയത്ത് ഓതാതെ അതിന് ഖുർആൻ കൊണ്ട് ചികിത്സിക്കാതെ അയാൾ ജീവിച്ചാൽ അത് ഖുർആനിനെ ഹജർ ചെയ്യലാണ്, അവഗണിക്കലാണ് എന്നെഴുതി. സക്കരിയ സലാഹി തന്റെ പ്രബന്ധത്തിൽ അത് എടുത്തുദ്ധരിച്ചു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനമായ CD ടവറിൽ വെച്ച് നടന്ന വാദപ്രതിവാദത്തിൽ സക്കരിയ സലാഹിയോട് ഞങ്ങൾ ചോദിച്ചു, ഒരാൾക്ക് പനി വന്നു, അയാൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു പാരസെറ്റമോൾ വാങ്ങി കഴിച്ചു. നാളെ പടച്ചോന്റെ മുമ്പിൽ അയാൾ കുറ്റക്കാരനാണെന്നല്ലേ നിങ്ങൾ എഴുതിയത്? ഖുർആനിനെ ഹജർ ചെയ്താൽ, ഖുർആനിനെ ആക്ഷേപിച്ചാൽ അയാൾ കുറ്റക്കാരനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. അപ്പൊ മെഡിക്കൽ ഷോപ്പിൽ പോയി പാരസെറ്റമോൾ കഴിച്ചതിന്റെ പേരിൽ നാളെ പടച്ചവനോട് സമാധാനം പറയേണ്ടി വരൂ? മറുപടി ഉണ്ടായില്ല. ആ പിഴച്ച വാദമായിരുന്നു രണ്ടാമത്തേത്. അതാ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങണമെന്ന് പറഞ്ഞത്, ഓരോ യൂണിറ്റിലും തുടങ്ങണമെന്ന് പറഞ്ഞത്. ചോദിച്ചില്ലേ സക്കരിയ സലാഹി, ഇത് ഓതണ്ടേ? എവിടുന്ന് ഓതും? പള്ളിയിൽ ഓതിയാ മുജാഹിദീങ്ങൾ പറയും പള്ളിയിൽ ഓതിയോ എന്ന് പറയും, മദ്രസിൽ നടത്തിയാ മദ്രസിൽ നടത്തിയോ എന്ന് പറയും. പിന്നെ എവിടെയെങ്കിലും നടത്തണ്ടേ? അതിന് പള്ളിച്ചെരു വേണം, പള്ളിയിൽ പ്രത്യേകമായ സ്ഥലങ്ങൾ ഉണ്ടാക്കണം എന്ന് പ്രസംഗിച്ച് നടന്നു. അബൂബക്കർ സലഫി പ്രസംഗിച്ച് നടന്നു. മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ച് നടന്നു. ഇന്നലെ ഹുസൈൻ സലഫി നടത്തിയ പരിപാടിയിൽ പ്രസംഗത്തിൽ അധ്യക്ഷത വഹിച്ച ജമാൽ ചെറുവാടി പ്രസംഗിച്ച് നടന്നു. മൂപ്പരൊന്ന് തുടങ്ങി നോക്കുകയും ചെയ്തു. തുടങ്ങുന്നതിന് മുമ്പേ പൂട്ടി. കാരണം ഇത് കേസ് വേറെയാണ്, ഇത് രോഗം വേറെയാണ്. ആ രോഗം ഇവരുടെ ചികിത്സയിൽ നിന്ന് പ്രകടമാകും. അത് പ്രകടമാകുമ്പോ പിന്നെ അടി അങ്ങട്ടല്ല പോവുക, ഇങ്ങട്ടാ വരിക. ജിന്നിനെ ഇറക്കാനാണ് അടി തുടങ്ങുക. പക്ഷെ അടി കുറച്ചായിട്ട് നടക്കുമ്പോ പിന്നെ ഇവരെ മനസ്സിലുള്ള ചില വൃത്തികെട്ട ചിന്തകൾ ഇറക്കാൻ ജനങ്ങൾ ഇങ്ങോട്ട് അടി തുടങ്ങും. ആ അടി കിട്ടിയതോടുകൂടി ഈ ആളുകളൊക്കെ ചികിത്സ നിർത്തി. പറയട്ടെ, ചോദിക്കട്ടെ, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ കേരള ജംഇയ്യത്തുൽ ഉലമയും കേരള നദ്വത്തുൽ മുജാഹിദീനും ആ പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ISM-ഉം MSM-ഉം MGM-ഉം കേരളത്തിലെ ഒരു പള്ളിച്ചെരുവിലും നിങ്ങളെ ഈ ചികിത്സ തുടങ്ങാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇതിൽ നിന്നിറങ്ങിപ്പോയവരെ ഏറ്റവും ചുരുങ്ങിയത് പണ്ട് രാഷ്ട്രീയ നേതാവ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതെന്ന് പറയാവുന്ന ഒരു സ്ഥാപനമുണ്ടല്ലോ, ജാമിയ അൽ ഹിന്ദ് എന്ന് പറയുന്ന, അതിന്റെ ഒരു ചെരുവിലെങ്കിലും ഒരു ചികിത്സാ കേന്ദ്രം നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ? ഒരു പരസ്യം ചെയ്തൂടെ? എന്നിട്ട് ഞങ്ങളുടെ സ്വപ്നമായിരുന്ന കേരളത്തിലെ മുജാഹിദ് നേതാക്കന്മാർ അനുവദിക്കാതിരുന്ന ഞങ്ങളുടെ ചിരകാല ആഗ്രഹം ഇതാ പൂവണിഞ്ഞിരിക്കുന്നു.
ജാമിയ ഹിന്ദിൽ റുഖിയ ശർഇയ്യ ചികിത്സാ കേന്ദ്രം ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. താഴെ പറയുന്ന രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കൊടുത്തൂടെ? ചികിത്സകന്മാരുടെ പേര് ജമാൽ ചെറുവാടി, സാജിദ് തിരൂരങ്ങാടി, ഹാരിസ് ബിൻ സലീം എന്നൊക്കെ തുടങ്ങിയിട്ട് കുറെ പേരിടുക. വിസിറ്റിംഗ് പ്രൊഫസേഴ്സ് ആയിട്ട്, വിസിറ്റിംഗ് ഡോക്ടർമാരായിട്ട്, വേണമെങ്കിൽ സൗദി അറേബ്യ എന്നൊക്കെ കുറെ ശൈഖ്മാരെ ഈ ജാതി ചികിത്സ നടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ കൊണ്ടുവരിക. ഇനി വേണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് നമ്മൾ ആ പാണ്ടിക്കാട്ടുള്ള മന്ത്രവാദിയെ നിയമിക്കുക. നടത്തിക്കൂടെ ഒരു ചികിത്സാ കേന്ദ്രം? എന്തേ നടത്താത്തത്? എന്തുകൊണ്ടാണ് ഇത് നടത്താൻ കഴിയാത്തത്? ഈ വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ പേരിലല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്തിയത്? ഇതിന്റെ പേരിലല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിച്ചത്? ഇതിന്റെ പേരിലല്ലേ പാവപ്പെട്ട മുജാഹിദികളെ പരസ്പരം ഭിന്നിപ്പിച്ചത്? ഇതിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് തുടങ്ങിക്കാണിച്ചിട്ടല്ലേ ഇത് ചെയ്യേണ്ടത്? അല്ലേ? അതല്ലേ ആദ്യം ചെയ്യേണ്ടത്? ഇതിനാണ് ഞങ്ങൾ പിരിഞ്ഞത്, ഇതിനെയാണ് ഞങ്ങൾ വേറിട്ടത്, ഇതിനാണ് ഞങ്ങൾ പിന്നിട്ട് പോന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിതാ ഇത് തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാനുള്ള ആർജവം എന്തേ കാണിക്കാത്തത്? ഇത് തുടങ്ങാത്തതിനാ ജമിയത്തുൽ ഉലമക്ക് കത്ത് കൊടുത്തത്. ജമിയത്തുൽ ഉലമ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞത്. ജമിയത്തുൽ ഉലമക്ക് കത്ത് കൊടുത്ത് അതിൽ സലഫിയെ ആക്ഷേപിച്ചത്, മുജാഹിദ് പണ്ഡിതന്മാരെ ആക്ഷേപിച്ചത്. ആ ആക്ഷേപം കണ്ട ജമിയത്തുൽ ഉലമ മറുപടി കൊടുക്കാതിരുന്നത്. എന്തുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു ചികിത്സാ കേന്ദ്രത്തിന്റെ വർത്തമാനം കേൾക്കുന്നില്ല? ഞങ്ങൾ കണ്ട ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. എന്താ സ്വപ്നം എന്നറിയോ? ഇവർ ഈ സംഘടനയിൽ നിന്ന് പോയി, കാരണം ആദർശത്തോട് 100% കൂറുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണല്ലോ ഇവരൊക്കെ പുറത്തു പോയത്. നിങ്ങൾ ആരും ഇല്ലെങ്കിലും ഞങ്ങൾ നടത്തുമെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അങ്ങനെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ സ്വപ്നം കണ്ടു, ഒരു പോസ്റ്റർ വരും. എന്താണ് നമ്മൾ കാണാറില്ലേ? ദൈവവചന പ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും ദേവസ്യ മുല്ലക്കര നേതൃത്വം നൽകുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ ഇസ്ലാഹി പ്രഭാഷണവും റുഖിയ ശർഇയ്യയും ഹുസൈൻ സലഫി നേതൃത്വം നൽകുന്നു. സാങ്കേതിക സഹായം ആ പാണ്ടിക്കാട്ടെ മന്ത്രവാദിയായ ഹിഫ്ളർ റഹ്മാൻ എന്നൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടും എന്ന് ഞങ്ങൾ വിചാരിച്ചു. കാരണം അത്ര ഇഖ്ലാസോടെ ആ മഞ്ചേരിയൊക്കെ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചത്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ വേണ്ടി നമ്മൾ പോരാടിയില്ലേ? ആ പോരാടിയതിന്റെ പേരിൽ നമ്മളെ നേതാക്കന്മാരെ സുന്നികളെ കുറ്റം പറഞ്ഞില്ലേ? അതുപോലെ നമ്മൾ ഇതും തുടങ്ങണം. പറഞ്ഞോട്ടെ, ആര് കുറ്റം പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോ നമ്മൾ വിചാരിച്ചത് ഇപ്പൊ തുടങ്ങി. എന്തേ തുടങ്ങാത്തത്? തുടങ്ങിയാൽ പറപ്പൂരിന് അവിടെ നിൽക്കാൻ കഴിയൂല. എന്നെ മൂപ്പര് അംഗീകരിക്കണില്ല. അതാണല്ലോ ഇപ്പൊ ഹദീസ് സെമിനാറൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന മൂപ്പരാണ്, മൂപ്പര സാന്നിധ്യത്തില. എന്താ കാരണം? ആ കൂട്ടത്തിൽ ഹദീസിനോട് ഏറ്റവും ഇവരാ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ ഹദീസ് നിഷേധി മൂപ്പരാണ്. ഹദീസ് നിഷേധി മാത്രമല്ല, മൂപ്പരെന്താ പ്രസംഗിച്ചെന്നറിയോ? ജിന്നി വിവാദം, ഈ വിവാദം ആ പ്രസ്ഥാനത്തിന്റെ അകത്തുള്ളപ്പോ തന്നെ ഖുതുബ നടത്തുമ്പോ ജിന്നി ശൈത്താൻ എന്നുള്ള ആയത്തോടാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. അത്ര ആത്മാർത്ഥത ആ വിഭാഗത്തോടുള്ള ആളാണ് മൂപ്പര്. ജിന്നി ശൈത്താൻ എന്നുള്ള ആയത്ത് ഖുതുബയിൽ ഓതാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. അത് പറഞ്ഞയാളാണ് അവിടെ ഉള്ളത്. അതല്ലേ കോഴിക്കോട് സ്പാൻ ഹോട്ടലിൽ യോഗം ചേർന്നത് എന്തിനാ? സലഫി മാനേജ് പഠിപ്പിക്കാൻ. ആരെ? കരുവള്ളിയിൽ ഇനി പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, മൂപ്പർക്ക് വയസ്സായല്ലോ. മൂപ്പരെ പറപ്പൂരിനെ പോലെയുള്ള ആളുകളെ ഇതിന്റെ ഉള്ളിൽ എടുക്കുമ്പോ മനഹജ് പഠിപ്പിച്ചിട്ടേ എടുക്കാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടാണ് ഈ യോഗം ചേർന്നത്. യോഗത്തിന്റെ തീരുമാനം എന്താ? പണ്ഡിതന്മാരായിരിക്കണം നേതാക്കന്മാരാകേണ്ടത്. 8 ഗ്രൂപ്പാക്കി തിരിച്ച് ചർച്ചയ്ക്ക് പണ്ഡിതന്മാരെ നിർത്തി നേതൃത്വം കൊടുത്തു. അവസാനം ചർച്ച ക്രോഡീകരിച്ചതൊക്കെ CP സലീമും TP അഷ്റഫും കൂടി ഇങ്ങനെ ഇരുന്ന് വായിച്ചു നോക്കുമ്പോ എല്ലാ ഗ്രൂപ്പുകളും ഇജ്മാ ആയി തീരുമാനിച്ചൊരു കാര്യം എന്താ? ഈ കൂട്ടായ്മക്ക് പണ്ഡിതന്മാര് നേതൃത്വം നൽകണം. അഷ്റഫ് ഒന്ന് സലീമിനെ നോക്കി, സലീം ഹബീബിനെ നോക്കി, ഹബീബ് സജ്ജാദിനെ നോക്കി, സജ്ജാദ് സലീമിനെ നോക്കി. പിന്നെ കരട് അദൃശ്യവുമായി അബോധികമായി ഇവിടെ കാണാനില്ല. ആ സക്കരിയ തെരഞ്ഞ് സുഗതകുമാരി പാടിയതുപോലെ കാടവിട 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 മക്കളെ എന്ന് പാടിയതുപോലെ സക്കരിയ തെരഞ്ഞു നടന്നു. കരടവിട 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 മക്കളെ കാണാനില്ല. കാരണം എന്താ? ഈ തീരുമാനം വെച്ചാൽ പിന്നെ സലീമിന് അഡ്രസ് ഉണ്ടാവും. പണ്ഡിതന്മാര് നേതൃത്വം കൊടുക്കണം എന്ന് തീരുമാനിച്ച സലീം എവിടെ ഉണ്ടാകുക? TK അഷ്റഫ് എവിടെ ഉണ്ടാകുക? സജ്ജാദ് എവിടെ ഉണ്ടാകുക? അഡ്വക്കേറ്റ് ഹബീബ് എവിടെ ഉണ്ടാകുക?
ഉണ്ടാവില്ല. അതോടുകൂടി വളരെ കൂളായി ഏതാനും ദിവസങ്ങൾ ഏതോ പോയത്തക്കാരൻ കൊടുത്ത ആ 50,000-ത്തിലധികം ചെലവഴിച്ച് വെള്ളപ്പവും പോത്തിറച്ചിയും തിന്ന് ഈ ആളുകൾ ഉണ്ടാക്കിയ കരട് കേരളീയ സമൂഹത്തിൽ നിന്ന് ഔട്ടായി. എന്തേ കരട് വരാത്തത്? എന്തേ ഉണ്ടാകാത്തത്? സക്കരിയ സലാഹി നിരന്തരമായി ചോദിച്ചിട്ടും എന്തേ ആ കരട് കൊടുക്കാത്തത്? ആ കരടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘടന എന്തേ ഇവിടെ രൂപീകരിക്കപ്പെടാത്തത്? ഉത്തരം വളരെ ലളിതമാണ്. ഒരാദർശമല്ല ഇവരെ നയിച്ചത്. ആവർത്തിച്ച് ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഒരാദർശത്തിന്റെ പേരിലല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പറയുന്നു, കേരളത്തിലെ ഏത് സമൂഹത്തിന്റെ മുമ്പിലും എഴുന്നേറ്റ് നിന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറയും, എന്തിനാ ഹുസൈൻ സലഫി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തു പോയത് എന്ന് ചോദിച്ചാൽ, എന്തിനാ സക്കരിയ സലാഹി പുറത്തു പോയതെന്ന് ചോദിച്ചാൽ, എന്തിനാ PN പുറത്തു പോയതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും, ജിന്നിനോട് തേടിയ ശിർക്കല്ല എന്ന പിഴച്ച വാദം വന്നു, മന്ത്രവാദ കേന്ദ്രങ്ങൾ, ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങണമെന്ന വാദം വന്നു, അതുകൊണ്ടാണ് അവര് പുറത്തുപോയത്, ഞങ്ങൾ പുറത്താക്കിയതല്ല. നമുക്ക് ആർക്കെങ്കിലും സർക്കാർ അയച്ചോ ഹുസൈൻ സലഫിനെ പുറത്താക്കി? ഇല്ല. ഹുസൈൻ സലഫിയെ പുറത്താക്കിയിരിക്കുന്നു. ഹുസൈൻ സലഫി മുജാഹിദല്ല, മുജാഹിദുകൾക്ക് പറ്റിയ ആളല്ല എന്ന് ആദ്യമായി പറഞ്ഞ മൂപ്പരിഞ്ഞ. കാരണം ദുർബല ഹദീസ് ചർച്ച ചെയ്യണം, അതിന് നമുക്ക് സൗദി പോണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയ കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു 10 അംഗങ്ങള് PN-ന്റെയും സക്കരിയയുടെയും ഹുസൈൻ സലഫിന്റെയും നേതൃത്വത്തിൽ സൗദി പോവാണ്. സൗദി ചെന്ന് അവിടുത്തെ പണ്ഡിതന്മാരോടൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളൊന്ന് കാണണം, ഒരു ചർച്ചക്ക് വന്നതാണ് ഞങ്ങള്. അപ്പൊ സൗദിയിലെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, ആയിക്കോട്ടെ, നമുക്ക് മക്കത്തെ പള്ളിയിൽ തന്നെ കൂടാ, കഅബയുടെ അടുത്ത് തന്നെ കൂടാ എന്ന് പറഞ്ഞ് കഅബയുടെ അടുത്ത് 4 തൂണിന്റെ അടുക്ക് കയറൊക്കെ കെട്ടി ഈ പണ്ഡിതന്മാരൊക്കെ അവിടെ ഇരുന്നു, സൗദിയിലെ പണ്ഡിതന്മാരും ഇരുന്നു. അങ്ങനെ ഹംദും സലാത്തൊക്കെ ചൊല്ലി സൗദിയിലൊരു ശൈഖ് ചോദിച്ചു, അല്ല എന്തിനാ നിങ്ങൾ വന്നത്? ഞങ്ങള് വന്നതേ ദുർബല ഹദീസ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതിൽ പറഞ്ഞ ഈ യായിബാദല്ല എന്ന് പറഞ്ഞാൽ ജിന്നാണോ അതല്ല മലക്കാണോ അതല്ല മനുഷ്യനാണോ എന്നൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് സൗദി പോയി പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അതല്ലേ സ്വർഗത്തിലാണ് എന്ന ഹദീസും കൂടി കൂട്ടത്തിൽ ചർച്ച ചെയ്യാൻ വേണമെങ്കിൽ ആ വത്തക്ക ഏതാണ്? ഈ ജാതി പൊട്ടത്തരം വിളിച്ചു പറഞ്ഞതോടുകൂടി ഹുസൈൻ സലഫി തന്നെ അംഗീകരിച്ചു. ഹുസൈൻ സലഫി തന്നെ പറഞ്ഞു, ഈ കാലം വരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ധാരയിൽ നിന്ന് ഞാൻ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുകയും തീരുമാനിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ ഞാൻ ഇതാ ചില ജിന്നുവാദികളുടെ കുതന്ത്രങ്ങൾക്ക്, സ്വകാര്യം പറച്ചിലുകൾക്ക് ഇന്നലെ വരെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ആദർശത്തെ പണയം വെച്ച് ഞാനിതാ മാറി നിന്നിരിക്കുന്നു എന്ന് മൂപ്പര് തന്നെ പ്രഖ്യാപിച്ചു. അതോടുകൂടി മുജാഹിദീങ്ങൾക്ക് മനസ്സിലായി, ഇനി മൂപ്പരെ പരിപാടിക്ക് വിളിക്കണ്ട. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. ആദർശത്തിന്റെ മുകളിൽ അടിയുറച്ചു നിൽക്കുന്നവർ, ആ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്നവർ, അതിൽ നിന്ന് പുറത്തുപോയ ആളുകൾ ഈ തരത്തിൽ പ്രമാണങ്ങളിൽ നിന്ന് ഭിന്നിച്ച് ഓരോരുത്തർക്ക് തോന്നിയത് പറഞ്ഞു. സക്കരിയക്ക് തോന്നിയത് പറഞ്ഞു, ഫൈസലിന് തോന്നിയത് പറഞ്ഞു, ഹുസൈൻ സലഫിക്ക് തോന്നിയത് പറഞ്ഞു, മുജാഹിദ് ബാലുശ്ശേരി നോന് തോന്നിയത് എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളൂ. അതങ്ങനെ തന്നെ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. അല്ലേ? ഏതുവരെ എത്തിയെന്ന് ചോദിച്ചാൽ, സക്കരിയ സലാഹി ചികിത്സക്ക് അയച്ചിരുന്നത് പാണ്ടിക്കാട്ട മന്ത്രവാദിയുടെ അരികിലേക്ക്. ഈ പാണ്ടിക്കാട്ട മന്ത്രവാദിയെ ഒപ്പം കൊണ്ട് നടക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലായി. അതുണ്ടായാൽ തനിക്ക് കിട്ടുന്ന ചില പിന്തുണകളൊക്കെ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായപ്പോ അയാളെ സക്കരിയ സലാഹി എതിർത്തു. അയാളെ ഉപയോഗിച്ചാണ് കേരള ജമിയത്തുൽ ഉലമയെ, അബ്ദുറഹ്മാൻ സലഫിയെ, മുജാഹിദ് പ്രബോധകന്മാരെ, പ്രവർത്തകന്മാരെ സക്കരിയ ചീത്ത പറയിച്ചിരുന്നത്. അങ്ങനെ സക്കരിയയുടെ ഒത്താശയോടുകൂടി എല്ലാരെയും ഇവൻ ചീത്ത പറഞ്ഞു. സക്കരിയ ഇവനെതിരെ തിരിഞ്ഞു. അപ്പൊ ഇവൻ തിരിഞ്ഞെന്ന് സക്കരിയക്കെതിരെ മൈക്ക് കെട്ടി. എന്താ ചോദിക്കുന്നത്? ചില പുസ്തകങ്ങൾ ഈ ജിന്നി വിവാദം ഉണ്ടായപ്പോ നമ്മളെ ശംസുദ്ദീൻ പാലത്ത് തേങ്ങയിടുമ്പോ സൂക്ഷിക്കണം, ചൂടുവെള്ളം ഒഴിക്കുമ്പോ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ. അത് അന്നത്തെ വാദമൊന്നുമല്ല. എറണാകുളത്ത് വെച്ച് നടന്ന ഒരു പരിപാടിയിൽ
ഡോക്ടർ സുബൈറും സക്കരിയ സലാഹിയാണ് പങ്കെടുക്കുന്നത്. എങ്ങനെയാ ഡോക്ടർ സുബൈറിന് MBBS കിട്ടിയെന്ന് എനിക്കറിയില്ല. ഒരു കോമൺ സെൻസ് വേണ്ടേ മനുഷ്യൻ? ഇയാള് പറയാൻ ജിന്ന് നമുക്ക് ബാധിക്കുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ്. 1 പ്രേമം, 2 പക വിദ്വേഷം, 3 കൊട്ടേഷൻ സംഘം. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു ജിന്ന് ആണിന് മനുഷ്യ പെണ്ണിനോട്, അല്ലെങ്കിൽ ഒരു ജിന്ന് പെണ്ണിന് മനുഷ്യ ആണിനോട് പ്രേമം തോന്നും, അപ്പൊ ബാധിക്കും. 1. രണ്ടാമത്തെ ദേഷ്യം വരും. ദേഷ്യം വരിക എന്ന് പറഞ്ഞാൽ അവരുടെ വാസസ്ഥലങ്ങൾ നശിപ്പിക്കുക തുടങ്ങിയതൊക്കെ ചെയ്യുമ്പോ ദേഷ്യം വരും, അങ്ങനെ ബാധിക്കും. 3ാമത്തേത് ഈ ബാധിക്കണ ജിന്നിന് നമ്മളോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടാവില്ല. അപ്പൊ കൊട്ടേഷൻ സംഘം എന്ന് പറഞ്ഞാൽ ഓലിക്ക് നമ്മളോട് വിരോധം ഉണ്ടായിട്ടില്ല. വേറൊരാള് പൈസ കൊടുത്തിട്ട് അയക്കാണല്ലോ നമ്മളെ തല്ലാൻ. അതേമാതിരി വേറെ ചില ആളുകൾ പറഞ്ഞയച്ചിട്ട് വരും. എന്നിട്ട് ഈ ഡോക്ടർ വലിയൊരു തത്വം പഠിപ്പിക്കുകയാണ്. ഇതെന്തിനാണ് ഞാൻ പറയുന്നതെന്നറിയോ? ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ശരി, നമ്മൾ ആലോചിക്കുക. 1ാമത്തെ കാരണം ജിന്ന് നമ്മളെ പ്രേമിക്കുക എന്നുള്ളതാണല്ലോ. ഒരു ജിന്ന് പെണ്ണ് എന്നെ പ്രേമിക്കുകയാണ്, ഞാൻ എന്താ കാട്ടുക? ഓളെ വാപ്പനോട് പോയി പറയേ, ഓളെ ഭർത്താവിനോട് പോയി പറയേ, ഓളെ ആങ്ങളാരോട് പോയി പറയേ, ഇത് അങ്ങളെ പെങ്ങള് എന്നെ വല്ലാതെ എന്നോട് I love you എന്ന് പറഞ്ഞു എന്റെ പിന്നാലെ നടക്കുകയാണ്, ഇന്നോളെ ആങ്ങളാരോട് പറയാനാ ഞാൻ? ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. ഈ മഹാൻ പറയാൻ. ഇനി വിരോധം ഉണ്ടായാൽ എങ്ങനെ? വാസസ്ഥലം നശിപ്പിക്കുക, അതാ പറഞ്ഞത്. തേങ്ങ ഇടുക, മൂത്രമൊഴിക്കുക, നീന്റെ വെള്ളം ഒഴിക്കുക. എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? നമ്മളിങ്ങനെ പോകുമ്പോ നീന്റെ വെള്ളം ചൂടുവെള്ളം ഒഴിക്കുക, മൂത്രമൊഴിക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ പറയണം, ഇന്നെ പോ ഞാൻ മൂത്രമൊഴിക്കാൻ വന്നാണ്, ഇനി അവിടെ തലയിൽ വെച്ച് നിന്നിട്ട് നാളെ എന്റെ നേരെ വരണ്ട, എന്റെ തലയിൽ മൂത്രമൊഴിച്ചിട്ടുണ്ട്, വേഗം പോ, കുട്ടികളെ മക്കളൊക്കെ എടുത്ത് സ്ഥലം വിട്ടോ എന്ന് നമ്മൾ പറയണം. നമ്മൾ പറമ്പിൽ തേങ്ങ ഇടാൻ തീരുമാനിച്ചാൽ തെങ്ങിന്റെ മുകളിലൊക്കെ ഒരു ബോർഡ്, നാളെ എന്റെ പറമ്പിൽ തേങ്ങ ഇടുന്നതാണ്, എല്ലാ ജിന്നുകളും വാസസ്ഥലം തൽക്കാലം ഒഴിഞ്ഞു കൊടുക്കേണ്ടതാണ്, പ്രസവിച്ച് കിടക്കുന്ന ജിന്ന് സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ എടുത്ത് തൽക്കാലം അടുത്ത പറമ്പിലേക്ക് മാറേണ്ടതാണ് എന്ന് നോട്ടീസ് എഴുതിയേക്കാം. ഇല്ലെങ്കിലോ നമ്മളെ നേരെ വരും. അത് സ്വന്തം ചെയ്യാൻ കഴിയാത്ത ആളുകൾ കൊട്ടേഷൻ സംഘത്തിനെ നിയോഗിക്കും. ഇത് കഴിഞ്ഞപ്പോ സക്കരിയ സലാഹിയോടാണ് ചോദ്യം. മറ്റേ പ്രസംഗിച്ചു പോയി. ചോദ്യം വന്ന സക്കരിയ സലാഹിയോട്, അല്ല ഈ പറഞ്ഞതൊക്കെ എങ്ങനെ മനസ്സിലായത്? പ്രേമം കൊണ്ടാണ്, വിദ്വേഷം കൊണ്ടാണ്, കൊട്ടേഷനാണ് എന്നൊക്കെ എങ്ങനെ മനസ്സിലായത്? സക്കരിയ സലാഹി അൽമനാറിൽ, ഇസ്ലാഹിൽ, വിചിന്തനത്തിൽ, മുമ്പ് ശബാബിൽ, ജാമിയയുടെ സോവനീറുകളിൽ, പതിപ്പുകളിൽ, കേരളത്തിൽ സമ്മേളനങ്ങൾക്കിറങ്ങിയ സോവനീറുകളിൽ, റിവ്യൂകളിൽ, പ്രഭാഷണങ്ങളിൽ, വേദികളിൽ, ക്യാമ്പുകളിൽ, സമ്മേളനങ്ങളിൽ ദുർബല ഹദീസുകളുടെ അസ്വീകാര്യതയെക്കുറിച്ച്, പ്രമാണങ്ങളില്ലാത്തത് സ്വീകരിക്കുന്നതിന്റെ അപകടത്തെക്കുറിച്ച് ഒരുപാട് പ്രസംഗിച്ച സക്കരിയ സലാഹിയുടെ മറുപടി അതെങ്ങനെയാ മനസ്സിലാകുകയെന്നോ? ജിന്നുകൾ പറഞ്ഞിട്ട് മനസ്സിലാകുക? ഓല കാര്യം പിന്നെ ഓലെന്നല്ലേ പറയേണ്ടത്? അവിടെയാ പൊട്ടിയത്. ഓല കാര്യം ഓലല്ല പറയേണ്ടത്. ജിന്നുകളും മലക്കുകളുമായി ബന്ധപ്പെട്ട കാര്യം ഏതെങ്കിലും പിരാന്തന്മാര് പറയുന്നത് കേട്ടിട്ടല്ല സ്വീകരിക്കേണ്ടത്. അള്ളാഹും റസൂലും പറഞ്ഞത് അതാ ഗൈബി എന്ന് പറഞ്ഞത്. അത് ഓലല്ല പറയേണ്ടത്. സക്കരിയാവിന്റെ ചോദ്യം അത് ഓലല്ലേ. അതിങ്ങനെ ബാധിച്ച ആളുകൾ പറഞ്ഞു, എന്റെ മേലിൽ ഇങ്ങനെ വെള്ളം വെച്ചപ്പോഴാണ് ഞാൻ കൂടിയത്, എനിക്ക് ഇഷ്ടമായിട്ടാണ് ഞാൻ കൂടിയത്. അങ്ങനെ ഓല് പറഞ്ഞതിൽ നിന്നാണ് ഡോക്ടറെ മനസ്സിലാക്കിയത്. അള്ളാഹും റസൂലും പറഞ്ഞതിൽ നിന്ന് വിട്ടു. അള്ളാഹും റസൂലും പറഞ്ഞിടത്ത് നിന്ന് അകന്നുപോയി. അകന്നു പോയതാണ് ഈ ആളുകൾക്ക് സംഭവിച്ച അബദ്ധം. അതുകൊണ്ടാ മുജാഹിദുകൾ പറയുന്നത് തിരിച്ചു വരിക പ്രമാണത്തിലേക്ക്. സ്വയം ആലോചിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബുക്ക് അച്ചടിച്ച മാതിരി ആ ബുക്ക് ഇങ്ങനെ എടുത്തിട്ട് നോക്കി വായിക്കുക ഒരു 10 പ്രാവശ്യം. ഈ ജീവിതം എന്തിനു വേണ്ടി? എല്ലാ ജിന്നുവാദികളോടും ഞങ്ങൾ പറയുന്നത് അതാണ്. പുസ്തകത്തിന്റെ ഉള്ളിൽ നിങ്ങൾ വായിക്കണ്ട, ആ പുറത്ത് എഴുതിയതൊന്ന് വായിച്ചു വെക്കുക. ഈ ജീവിതം എന്തിനു വേണ്ടി? എവിടെയാ ഇപ്പൊ തൗഹീദ്? പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ല. തുടക്കം മുതൽ നേരിട്ട വെല്ലുവിളിയായിരുന്നില്ലേ അത്? അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന വാദം വന്നതോടുകൂടി പൗരോഹിത്യം ചോദ്യം ചെയ്തു. ജിന്നിനോട് തേടുന്നത് ശിർക്കല്ലെങ്കിൽ മഹാന്മാരോട് തേടുന്നത് ശിർക്കാകുന്നത് എങ്ങനെ? നിങ്ങൾ അദൃശ്യോ അഭൗതികമൊക്കെ വിശദീകരിച്ചുകൊണ്ട് ചോദിച്ചില്ലേ? ചില പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ അവരെങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന വാദം ഈ ആളുകൾ പറഞ്ഞപ്പോ വാദപ്രതിവാദത്തിന്റെ വേദികളിൽ ചോദ്യശരങ്ങൾ വന്നില്ലേ?
എന്താണ്? ഇതാ ഇന്ന പണ്ഡിതൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചതായി തേടിയിട്ടുണ്ട്. പലരെയും വിളിച്ചതായി പല ഗ്രന്ഥങ്ങളിലുണ്ട്, പല ഇമാമുകളും പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് സ്വീകരിച്ചൂടെ? അത് പണ്ട് പറഞ്ഞപ്പോ നമ്മളെന്താ പറഞ്ഞത്? അത് ദുർബലമാണ്, അത് സ്വീകരിക്കാൻ പാടില്ല, അത് പ്രമാണമല്ല. അഴീനൂനി തലയിലെടുത്ത് വെച്ചതോടുകൂടി ഈ ആളുകൾക്ക് അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. എവിടെയുണ്ട് മറുപടി? പ്രാർത്ഥനയുടെ നിർവചനം, പ്രാർത്ഥനയുടെ വിശദീകരണം, അതിൽ പോലും കൃത്യമായ മറുപടി പറയാൻ കഴിയാത്ത വാദപ്രതിവാദങ്ങൾ ജിന്നുവാദികളുടെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. എന്തുകൊണ്ട് ഇതുണ്ടായി എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം, പ്രമാണങ്ങളിൽ നിന്ന് അകന്നുപോയി എന്നതാണ്. അതിൽ നിന്ന് അകന്ന ആളുകളൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അത് പുതിയ ബന്ധക്കാരും പുതിയ സംബന്ധക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാരും അതേ കൂട്ടരാണ്, അല്ലേ? ഈ ഇന്ത്യ രാജ്യത്ത് സമാധാനത്തിൽ ജീവിക്കുന്ന ആളുകൾക്കെതിരെ ആ ആയുധമെടുത്ത് പോരാടേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് പ്രസംഗങ്ങൾ നടത്തി ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾക്കുണ്ടായിരുന്നില്ല പ്രമാണം, അല്ലേ? പണ്ടൊക്കെ പാതിരാത്രിയിൽ ക്ലാസുകൾ എടുത്ത് തീവ്രവാദം പഠിപ്പിച്ച ആളുകളൊക്കെ ഇപ്പൊ എന്താ പറഞ്ഞത്? ഞങ്ങൾ തീവ്രവാദികളല്ല, ഞങ്ങളിവിടെ ജനാധിപത്യം സംസ്ഥാപിക്കാൻ വന്ന ആളുകളാണ്. ജനാധിപത്യം സംസ്ഥാപിക്കാൻ ഇവിടെ ഉള്ളൊന്നും പോരെ. എന്തിനാണ് ഈ ഒരു പിഴച്ച ചിന്താഗതിയും അപകടകരമായ വിശ്വാസവും ഉണ്ടാക്കിയത്? മുജാഹിദുകൾ പറഞ്ഞു, ഇത് ഈ രാജ്യത്തിന് അപകടമാണ്, ഇത് ഈ സമൂഹത്തിന് അപകടമാണ്, ഇത് നമ്മുടെ നാടിന് അപകടമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതാണ്, അല്ലേ? മുജാഹിദുകൾക്ക് പറയാനുള്ളതാ ഈ സമൂഹത്തോട്. എന്താ പറയാനുള്ളത്? നമ്മൾ മനസ്സിലാക്കണം. കണ്ടല്ലോ പത്രത്തിലൊരു ചിത്രം, അല്ലേ? ഐലാൻ കുർദി എന്ന് പറയുന്ന പുഞ്ചിരിക്കുന്ന 3 വയസ്സുകാരന്റെ ഒരു ഫോട്ടോ നമ്മൾ കണ്ടു. കടലിന് ഒരു കിന്നാരം പറഞ്ഞ് മരിച്ചു കിടക്കുന്ന ഒരു ചിത്രം, ലോക മനസാക്ഷിയെ വേദനിപ്പിച്ച ചിത്രം. എന്തിനാ പോയത്? എന്തിനാ നാടുവിടേണ്ടി വന്നത്? തോക്കുകൾ സംസാരിച്ചപ്പോ, ആയുധങ്ങൾ കൊണ്ട് പരസ്പരം സംസാരിക്കാൻ ആരംഭിച്ചപ്പോ, തീവ്രവാദത്തിന്റെ മാർഗത്തിലേക്ക് കടന്നുപോയപ്പോ ഒരു നാട്ടിൽ സ്വൈരമായി അന്തിയുറങ്ങാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാടുവിടേണ്ടി വന്ന ആളുകൾ ഉണ്ടാകണോ നമ്മുടെ നാട്ടിൽ? ഇന്ത്യയിൽ നിന്ന്, ഇന്ന് ഇറാഖിൽ നിന്ന്, സിറിയയിൽ നിന്ന്, യമനിൽ നിന്ന് ആളുകൾ പലായനം ചെയ്യുന്നത് പോലെ ഈ ഇന്ത്യയിൽ നിന്ന് എവിടേക്ക് പലായനം ചെയ്യണം? ഷിയാക്കളും സുന്നികളും പരസ്പരം തമ്മിലടിച്ച് സ്വസ്ഥമായി ശാന്തമായ മനസ്സോടുകൂടി വെള്ളിയാഴ്ച ജുമഅക്ക് പള്ളിയിലേക്ക് പോകാൻ കഴിയാത്ത പാകിസ്ഥാനിലേക്കോ? എവിടെയാ പലായനം ചെയ്യേണ്ടത്? എവിടത്തേക്കാ പോകേണ്ടത്? ഈ സമുദായത്തിന് ഇവിടെ ജീവിക്കാൻ കഴിയണം, ശാന്തമായി ജീവിക്കാൻ കഴിയണം, സമാധാനപരമായി ജീവിക്കാൻ കഴിയണം. ഇന്നും ഇന്നലെയും ഒക്കെ പത്രങ്ങളിൽ നമ്മൾ കണ്ട വാർത്തകളുണ്ട്. ഈ രാജ്യത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി ശബ്ദിക്കുന്ന, ഈ രാജ്യത്തെ മതേതരത്വത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളെ കരിയോയിലൊടിക്കുന്ന ആളുകളുടെ വാർത്തകൾ പത്രത്തിൽ നാം കണ്ടു. മുസ്ലിങ്ങളല്ല അവർ, ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്നവരല്ല അവർ, ഈ രാജ്യത്തെ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. ആ ആളുകളുടെ പിന്തുണ നേടി അവരുടെ കൂടി സഹായത്തോടുകൂടി ഈ രാജ്യത്തിന് അപകടകരമായ ഫാസിസത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് പകരം, ഫാസിസ്റ്റ് ചിന്താഗതിയെ ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഭൂമികയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതിന് പകരം നമ്മളും തീവ്രവാദികളായി, ഭീകരവാദികളായി, ആയുധത്തിന്റെ, ബോംബിന്റെ, തോക്കിന്റെ ഭാഷ സംസാരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് കലാപമുണ്ടാക്കിയാൽ ആത്യന്തികമായ നഷ്ടം ആർക്കായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കണം. മുജാഹിദുകൾ അത്തരം ആളുകളോടും പറയുന്നു, തിരിഞ്ഞു നോക്കുക. രൂപീകരിച്ചിടത്ത് നിന്ന് എത്രമാത്രം പുറകിലേക്ക് ഈ ആളുകൾ നീങ്ങിപ്പോയി എന്ന് ഇനിയെങ്കിലും ഒന്ന് ആലോചിക്കുക. ഇസ്ലാഹി പ്രസ്ഥാനം രൂപീകരിച്ചതിന് ഒരു ദൗത്യമുണ്ട്. അത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഈ സമൂഹത്തിൽ പഠിപ്പിക്കുക എന്നതാണ്. ആരൊക്കെ വന്നാലും, ആരൊക്കെ പോയാലും, ആരൊക്കെ അടുത്താലും, ആരൊക്കെ അകന്നാലും, ആരൊക്കെ ആക്ഷേപിച്ചാലും, ആരൊക്കെ കുറ്റം പറഞ്ഞാലും
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ ഖുർആൻ, ആ സുന്നത്ത്, അത് അതിന്റെ ഉത്തരവാദിത്തം, അതിന്റെ സന്ദേശം ഈ സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിച്ചുകൊണ്ട് മുജാഹിദുകൾ മുന്നേറും. ഒരാൾക്കും തടയാൻ കഴിയാതെ മുജാഹിദുകൾ മുന്നോട്ട് പോകും. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു കാര്യം, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ്. ഹക്കിൽ നിലകൊള്ളുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുമെന്നാണ്. ആ ഹക്കിലാണ് മുജാഹിദുകൾ നിലകൊള്ളുന്നത്. ആ ഹക്കിൽ നിലനിൽക്കുന്ന കാലത്തോളം റബ്ബിന്റെ സഹായമാണ് മുജാഹിദുകൾ പ്രതീക്ഷിക്കുന്നത്. ആ സഹായം മുജാഹിദുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവുകൾ ഒരുപാടുണ്ടായിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, സംഘടനാപരമായി ഈ സമൂഹത്തെ, മുജാഹിദുകളെ അശക്തരാക്കുവാൻ, ദുർബലപ്പെടുത്തുവാൻ കഴിയുമായിരുന്ന എല്ലാ വിഭവങ്ങളോടും കൂടിയാണ് ജിന്നുവാദികൾ ഇറങ്ങിപ്പോയത്, അല്ലേ? സാമ്പത്തികമായ പിന്തുണ, കുവൈത്തിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വരുന്ന ഫണ്ടുകൾ മുഴുവൻ വകമാറ്റി ചെലവഴിച്ചു, അല്ലേ? അതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം തകർന്നു പോകുമെന്ന് വിചാരിച്ചു. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവാക്കളുടെ മനസ്സിൽ കാലങ്ങളായി കുത്തിവെച്ച പകയും വിദ്വേഷവും തങ്ങളുടെ സംഘടനാ ശക്തിക്ക് ഉപയോഗപ്പെടുത്താമെന്ന് ചിലർ വിചാരിച്ചു. പക്ഷെ എന്തുണ്ടായി? 53 പണ്ഡിതന്മാരില്ലെങ്കിൽ സമ്മേളനം എങ്ങനെ നടത്തും എന്ന് ചോദിച്ച ആളുകൾക്ക് നിരന്തരമായി സമ്മേളനങ്ങളും ക്യാമ്പയിനുകളും പ്രഖ്യാപിച്ച് ഇസ്ലാഹി കേരളം മറുപടി നൽകി. എവിടെ 53 എണ്ണം കാണാനുണ്ടോ കേരളത്തിന്റെ മുക്കുമൂലകളിൽ? എവിടെയെങ്കിലും ദഅ്വാ രംഗത്ത്, പ്രബോധന രംഗത്ത് കാണാനില്ല. മുജാഹിദുകളുടെ പ്രത്യേകത അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുജാഹിദുകളെ, നമുക്ക് അല്ലാഹുവിനോട് തേടാനുള്ളത് ഈ സഹായത്തിന്. ആ സഹായം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ അല്ലാഹുവിനെ സഹായിക്കണം. കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിൽ നടന്ന QHL സംഗമത്തിന്റെ സമാപനത്തിൽ ഓതിക്കേൾപ്പിച്ച വചനം ഇവിടെയും ഓതാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും. അല്ലാഹനെ നമ്മൾ സഹായിച്ചാൽ അല്ലാഹ് നമ്മളെ സഹായിക്കും. ഒരാൾക്കും നമ്മെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ആ സഹായത്തെ അതിജയിക്കാൻ കഴിയുന്ന ഒരു കുതന്ത്രവാദിയും ഇവിടെയില്ല. ഒരു കുവൈറ്റിലെ പണക്കാരനും ഒരു സൗദിയിലെ ബുദ്ധിജീവിക്കും കഴിയില്ല ഇസ്ലാഹി പ്രസ്ഥാനത്തെ തകർക്കാൻ. നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി റബ്ബിനെ സഹായിക്കുക എന്നതാണ്. റബ്ബിന്റെ ദീൻ ഈ നാട്ടിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ പതറാതെ, തളരാതെ, തകരാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയും. പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.